എന്താണോ പതിവ് പോലെ നങ്കൂരിടാൻ മറന്നുപോയി, അത്ര തന്നെ. പേടിക്കണ്ട, ഞാനാ. എല്ലാരും വരൂ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്ലാൻ മനസ്സിലായല്ലോ. ഇനി എല്ലാരും അവരവരുടെ പൊസിഷനിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ ആരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരുത്തരം ഞാൻ ഒതുക്കിക്കോളാം. തനിച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെവിയ. ഒരുമിച്ച് നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ശരി, ഞാൻ പറഞ്ഞതുപോലെ നീ ഈ വശത്തേക്ക് പോകും. നമ്മൾ രണ്ടുപേരും ഒന്നു ചേരുന്ന സ്ഥലം ആ തിമിംഗലമുള്ള സ്ഥലം, മനസ്സിലായോ? ഹലോ സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ ദ്വീപിന്റെ മറ്റേ അറ്റത്തോട്ട് പോവാ. ആദ്യ സൈൻ ബോർഡ് നോക്ക് സാറേ. ഇത് പോകാൻ പാടില്ലെന്നുള്ള ബോർഡല്ലേ? ആഹാ, സിഗ്നൽ എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാലോ. ദ്വീപിന്റെ ആ ഭാഗത്ത് പോകണമെങ്കിൽ വേറെ വശത്തൂടെയാണ് പോകേണ്ടത്. കണ്ടാൽ ജീനിയസിനെ പോലുള്ള താങ്കൾക്ക് ഈ വഴിയിലൂടെ പോകാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ ഇപ്പൊ എന്നെ ബുദ്ധിശാലിന്നാണോ പറഞ്ഞത്? അതെ, എന്താ ചോദിച്ചത്? അല്ല, നിങ്ങൾ ആ തിമിംഗലത്തിനെ പിടിക്കാൻ വന്നതാണോ? എന്തോന്ന് തിമിംഗലോ? അല്ല, ഞാനേ ആക്ച്വലി ഞാനൊരു സ്പോർട്സ് താരമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ആഹാ, താങ്കൾ ഒരു ചാമ്പ്യൻ ആണോ? എങ്കിൽ താങ്കൾക്ക് തീർച്ചയായും പോവാം. ഇതിനകത്ത് പെയിന്റ് ഉണ്ട്. പെയിന്റ് ചെയ്യാനുള്ള ബ്രഷസ് ഇനി തന്നെ വെച്ചോട്ടെ. ഇതാണ് ഫോഴ്സ് പൈപ്പ്. ഇത് നീ തന്നെ വെച്ചോണേ മോബി. എല്ലാം ശ്രദ്ധയോടെ വേണം. ചെവിയ, നീ എന്റെ കൂടെ വാ. ഓക്കെ, ഇപ്പോൾ ആ തിമിംഗലത്തിനെ പിടിക്കാനുള്ള സമയമായി. നമ്മുടെ കയ്യിൽ ഇനിയും 2 വെടിയുണ്ടകൾ ബാക്കിയുണ്ട്. എവിടെ പോയി കിടക്കുക? തുഴഞ്ഞ് എന്റെ കട്ടയും കൂടെ മുടങ്ങി. തിമിംഗലം പെട്ടെന്ന് നിന്റെ മാസ്ക് എടുത്ത് വെക്ക ചെവിയ. ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്. ഈ മാസ്ക് ഇട്ടാലേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നെ പോലെയുള്ള തീരന് അതിന്റെ ആവശ്യമില്ല. നീ വേണമെങ്കിൽ വെച്ചോ കേട്ടാ. ഗോൽമാൽ ഇപ്പോ ഈ വഴി തന്നെ വരും. അപ്പോൾ ആ തിമിംഗലം അവനെ കണ്ട് പേടിച്ച് ഈ വശത്തേക്ക് വരും. ഞാൻ ഉടനെ അതിനെ പിടിക്കും. ഇത്രയും നേരം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞുവല്ലോ. എന്തോന്നത്? നീ ഇവിടെ എന്ത് ചെയ്യുക ഗോൽമാൽ? അത് വൺ വേ കൂടെ പോകാൻ പാടില്ലെന്ന് ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു. ശരി, നീ വെറുതെ ശബ്ദം ഉണ്ടാക്കാതെ. അവിടെ ഒരു തിമിംഗലമുണ്ട്. ഞാനിപ്പോൾ എന്റെ പീരങ്കി ഉപയോഗിക്കും. അങ്ങനെ തിമിംഗലത്തിനെ ഞാൻ പിടിക്കും. ഹായ് ക്യാപ്റ്റൻ, നിങ്ങൾ മിസ് ചെയ്തു. നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു പാറയാണ്. അതെയോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതാ എന്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാൻ തീർച്ചയായും തിമിംഗലത്തിനെ പിടിക്കും. മതിയായല്ലോ. ഓക്കെ ആഞ്ചലോ, ഇനി ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവിട്. ഓക്കെ. അതിനുശേഷം എന്തായെന്നോ? അവരെല്ലാരും സന്തോഷമായിട്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതിന് ഇനിയും കുറെ സമയം എടുക്കുമെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. കാരണം ശക്തിയായിട്ട് അലയടിക്കുന്നുണ്ട്. നല്ല ഐഡിയ ആണ് മഞ്ഞക്കിളി. നമുക്ക് ഈ ബീച്ചിൽ പന്ത് കളിക്കാം. നിങ്ങൾ കളിക്ക്, ഞാൻ പോയി ബുക്ക് ഒന്ന് വായിച്ചു തീർക്കട്ടെ. കളി തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ഞാൻ ഈവൻ എടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനോ? ഞാൻ ഓഡ് നമ്പർ എടുത്തോളാം. ഉറപ്പാണോ? ഈവൻ ഞാൻ എടുത്താൽ ഓഡ് നമ്പർ നീ തന്നെ എടുക്കണം. അതറിയില്ലേ? 1 2 3 4 3 7. അപ്പൊ ഞാനാണ് വിൻ ചെയ്തത്. 7 ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അതൊന്നും എനിക്കറിയണ്ട. എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞത് 7 ഈവൻ നമ്പർ ആണെന്നാണ്. ഞാൻ മഞ്ഞക്കിളി എടുത്തോളാം. ഞാനിപ്പോ ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ലിയോ എടുത്തോളാം. അപ്പൊ ഞാൻ ആരുടെ ടീമില്ല? നീ 2 ടീമിന്റെയും സ്കോർ നില എഴുത്. നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിനക്ക് ബോൾ പറക്കാനുള്ള ചാൻസ് തരാം. ഹായ്, അപ്പൊ ഞാനും ടീമിലുണ്ടല്ലേ? ഇല്ല ചെവിയ, ബോൾ നിന്റെ അടുത്ത് വന്നാ മാത്രം നീ ഞങ്ങൾക്ക് എറിഞ്ഞു തന്നാ മതി. ഇത് എന്റെ ടേൺ ആണേ. വൗ, സൂപ്പർ ഷോട്ട്. മഞ്ഞക്കിളി, ഇനി നീ കളിക്ക്. ഞാൻ നോക്കിക്കളാം മഞ്ഞക്കിളി. നിന്റെ സെൽഫോൺ ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? മോബി ചെറുപ്പത്തിൽ സെൽഫോൺ വിളിക്കില്ലേ? അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. എന്താ മെസ്സേജ് നോക്കാം. പെട്ടെന്ന് ആ ഫോൺ എടുത്ത് സംസാരിക്കാം. ഹലോ, മിസ്റ്റർ ഗ്യാങ്സസ് ആണോ സംസാരിക്കുന്നത്? സോറി സാർ, സാർ റോങ് നമ്പറാ വിളിച്ചിരിക്കുന്നേ. ഐ ആം സോറി. അതൊന്നും കുഴപ്പമില്ല സാർ.
ഇത്രയും വലിയ തലയിൽ അതിനേക്കാളും വലിയ ചെവി വെച്ചിരിക്കുന്നു. പക്ഷെ രണ്ടും പ്രവർത്തിക്കുന്നില്ലല്ലോ. എങ്ങനെയാടാ നീ ഇത്രയും വലിയ മണ്ടനായത്? എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ സ്ഥലത്ത് മയാമി ഇന്ത്യൻസ് ഉണ്ടെന്നർത്ഥം. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇതിലെന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക്. എനിക്ക് ഒരു സമയത്ത് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. ഹോ, നിന്റെ അടുത്ത് ഇത്ര നേരം സംസാരിക്കുന്ന വലിയ കാര്യം. എന്റെ ട്രീറ്റ്മെന്റ് ശരിയാവും. ഓക്കെ, ഇനി ശരിയാവും. നീ വായിക്കും മോബി. നമ്മൾ വന്ന വഴിയിൽ തീർച്ചയായും കടലിനെ നോക്കി ഒരു പാറയുണ്ട്. ആ പാറ പൂച്ചയുടെ രൂപത്തിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടായിരുന്നോ? അവിടെ ഇരിപ്പുണ്ട്, നോക്ക്. ആ മല കടക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, വളരെ പ്രയാസമേറിയതാണ്. ഇനി നമുക്ക് ആ മല കടക്കാൻ സാധിച്ചുവെങ്കിൽ അതിനുശേഷം മാജിക് ലാൻഡിലെത്താൻ സാധിക്കും. നമുക്ക് വെറുതെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദം അവിടെ പോയി. ഓ, അതിനൊന്നും ചാൻസേ ഇല്ല. ആ മാജിക് ലാൻഡിൽ ധാരാളം ഡ്രസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോന്ന് ഡ്രസ്സോ? വർണ്ണപക്ഷികളുടെ തൂവൽ ഉപയോഗിച്ചുണ്ടാക്കിയ തൊപ്പികൾ ഓ, ഉണ്ടത്രേ. അപ്പൊ എനിക്ക് എങ്ങനെ അവിടെ പൊപ്പിക്കാൻ സാധിക്കുക? നീ ടയേർഡാണെന്ന് മനസ്സിലായ മഞ്ഞക്കിളി, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഓ, ഈ കാട്ടിനുള്ളിൽ എങ്ങനെയാ നീ ബസ് ഉണ്ടോന്ന് ചോദിക്കുന്നത്? ഇത് കുറച്ച് ഓവറാന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? അയ്യോ, എന്തൊരു സ്പീഡ്! അയ്യോ, എനിക്ക് പേടിയാവുന്നു. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് തല. ഈ കോസ്റ്റ്യൂം എല്ലാം ഇട്ടതിന് ശേഷം എന്റെ സൗന്ദര്യം കുറെ കൂടി കൂടിയല്ലേ? നിങ്ങൾ തന്നെ പറ. ആരും എന്നെ കണ്ട് മയങ്ങി പോകരുത്, കാരണം ഇത് വെറും പരസ്യം മാത്രമാണ്. അത് കണ്ടോ, അവിടെ ഒരു പാരച്യൂട്ട്. അപ്പൊ പൈലറ്റ് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ആ ഫ്ലൈറ്റിനകത്തുള്ള റേഡിയോ ശരിയാക്കിയാൽ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും തോന്നുന്നു. ആ മനോഹരമായ തൊപ്പി കണ്ടുപിടിക്കുന്നതിന് പകരം ഇവരെന്താ റേഡിയോ ശരിയാക്കുന്നത്? നിനക്കിത് ശരിയാക്കാൻ അറിയാമോ മോബി? പിന്നെന്താ, ഇതിലൊരു ചിപ്പ് മിസ്സായിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. നോക്ക് മോബി, ആ കാണാനില്ലെന്ന് പറഞ്ഞ ചിപ്പ് എങ്ങനെ ഉണ്ടാവും? അത് കാണാൻ ഒരു കുതിരലാടം പോലെ ഉണ്ടാകും. അതിൽ ചുവന്ന കളറിൽ 4 ബട്ടൺസ് ഉണ്ടാകും. നീ എന്താ പറയാ? ഗോൽമാൽ, അത് വൺ വേ കൂടെ പോകാൻ പാടില്ലെന്ന് ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു. ശരി, നീ വെറുതെ ശബ്ദം ഉണ്ടാക്കാതെ. അവിടെ ഒരു തിമിംഗലമുണ്ട്. ഞാനിപ്പോൾ എന്റെ പീരങ്കി ഉപയോഗിക്കും. അങ്ങനെ തിമിംഗലത്തിനെ ഞാൻ പിടിക്കും. ഹായ് ക്യാപ്റ്റൻ, നിങ്ങൾ മിസ് ചെയ്തു. നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു പാറയാണ്. അതെയോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതാ എന്റെ കയ്യിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാൻ തീർച്ചയായും തിമിംഗലത്തിന് പിടിക്കും. മതിയായല്ലോ. ഓക്കെ ആഞ്ചലോ, ഇനി ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവിട്. ഓക്കെ. അതിനുശേഷം എന്തായെന്നോ? അവരെല്ലാരും സന്തോഷമായിട്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതിന് ഇനിയും കുറെ സമയം എടുക്കുന്നു തോന്നുന്നു ഫ്രണ്ട്സ്, കാരണം ശക്തിയായിട്ട് അലയടിക്കുന്നുണ്ട്. നല്ല ഐഡിയ ആണ് മഞ്ഞക്കിളി. നമുക്ക് ഈ ബീച്ചിൽ പന്ത് കളിക്കാം. നിങ്ങൾ കളിക്ക്, ഞാൻ പോയി ബുക്കൊന്ന് വായിച്ചു തീർക്കട്ടെ. കളി തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ഞാൻ ഈവൻ എടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഓഡ് നമ്പർ എടുത്തോളാം. ഉറപ്പാണോ? ഈവൻ ഞാൻ എടുത്താൽ ഓഡ് നമ്പർ നീ തന്നെ എടുക്കണം. അതറിയില്ലേ? 1 2 3 4 3 7. അപ്പൊ ഞാനാണ് വിൻ ചെയ്തത്. ആഹാ, താങ്കൾ ഒരു ചാമ്പ്യൻ ആണോ? എങ്കിൽ താങ്കൾക്ക് തീർച്ചയായും പോവാം. ഇതിനകത്ത് പെയിന്റ് ഉണ്ട്. പെയിന്റ് ചെയ്യാനുള്ള ബ്രഷസ് ഇനി തന്നെ വെച്ചോട്ടെ. ഇതാണ് ഫോഴ്സ് പൈപ്പ്. ഇത് നീ തന്നെ വെച്ചോണേ മോബി. എല്ലാം ശ്രദ്ധയോടെ വേണം. ചെവിയ, നീ എന്റെ കൂടെ വാ. ഓക്കെ. ഇപ്പോൾ ആ തിമിംഗലത്തിന് പിടിക്കാനുള്ള സമയമായി. നമ്മുടെ കയ്യിൽ ഇനിയും 2 വെടിയുണ്ടകൾ ബാക്കിയുണ്ട്. എവിടെ പോയി കിടക്കുക? തുഴഞ്ഞ് എന്റെ കട്ടയും കൂടെ മുടങ്ങി. തിമിംഗലം, പെട്ടെന്ന് നിന്റെ മാസ്ക് എടുത്ത് വെക്ക ചെവിയ. ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്. ഈ മാസ്ക് ഇട്ടാലേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നെ പോലെയുള്ള തീരന് അതിന്റെ ആവശ്യമില്ല. നീ വേണമെങ്കിൽ വെച്ചോ കേട്ടാ. ഗോൽമാൽ ഇപ്പോ ഈ വഴി തന്നെ വരും. അപ്പോൾ ആ തിമിംഗലം അവനെ കണ്ട് പേടിച്ച് ഈ വശത്തേക്ക് വരും. ഞാൻ ഉടനെ അതിനെ പിടിക്കും. ഇത്രയും നേരം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞുവല്ലോ.
എന്തോന്നാ അത്? നീ ഇവിടെ എന്ത് ചെയ്യും? ബോസ് എന്താ അത്? എന്താണോ പതിവ് പോലെ നങ്കൂരിടാൻ നീ മറന്നുപോയി, അത്ര തന്നെ. പേടിക്കണ്ട, ഞാനാ. എല്ലാരും വരൂ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്ലാൻ മനസ്സിലായല്ലോ. ഇനി എല്ലാരും അവരവരുടെ പൊസിഷനിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ ആരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരുത്തരം ഞാൻ ഒതുക്കിക്കോളാം. തനിച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെവിയ. ഒരുമിച്ച് നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശരി, ഞാൻ പറഞ്ഞതുപോലെ നീ ഈ വശത്തേക്ക് പോകും. നമ്മൾ രണ്ടുപേരും ഒന്നു ചേരുന്ന സ്ഥലം ആ തിമിംഗലമുള്ള സ്ഥലം, മനസ്സിലായോ? ഹലോ സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ ദ്വീപിന്റെ മറ്റേ അറ്റത്തോട്ട് പോവാ. ആദ്യ സൈൻ ബോർഡ് നോക്ക് സാറേ. ഇത് പോകാൻ പാടില്ലെന്നുള്ള ബോർഡല്ലേ? ആഹാ, സിഗ്നൽ എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാലോ. ദ്വീപിന്റെ ആ ഭാഗത്ത് പോകണമെങ്കിൽ വേറെ വശത്തൂടെയാണ് പോകേണ്ടത്. കണ്ടാൽ ജീനിയസിനെ പോലുള്ള താങ്കൾക്ക് ഈ വഴിയിലൂടെ പോകാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ ഇപ്പൊ എന്നെ ബുദ്ധിശാലിന്നാണോ പറഞ്ഞത്? അതെ, എന്താ ചോദിച്ചത്? അല്ല, നിങ്ങൾ ആ തിമിംഗലത്തിനെ പിടിക്കാൻ വന്നതാണോ? എന്തോന്ന് തിമിംഗലോ? ആ ആ, അല്ല, ഞാനേ ആക്ച്വലി ഞാനൊരു സ്പോർട്സ് താരമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ഈ ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അതൊന്നും എനിക്കറിയണ്ട. എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞത് 7 ഈവൻ നമ്പർ ആണെന്നാണ്. ഞാൻ മഞ്ഞക്കിളി എടുത്തോളാം. ഞാനിപ്പോ ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ലിയ എടുത്തോളാം. അപ്പൊ ഞാൻ ആരുടെ ടീമില്ല? നീ 2 ടീമിന്റെയും സ്കോർ നില എഴുത്. നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിനക്ക് ബോൾ പറക്കാനുള്ള ചാൻസ് തരാം. അപ്പൊ ഞാനും ടീമിലുണ്ടല്ലേ? ഇല്ല ചെവിയ, ബോൾ നിന്റെ അടുത്ത് വന്നാൽ മാത്രം നീ ഞങ്ങൾക്ക് എറിഞ്ഞു തന്നാ മതി. ഇത് എന്റെ ടേൺ ആണേ. വൗ, സൂപ്പർ ഷോട്ട്. മഞ്ഞക്കിളി, ഇനി നീ കളിക്ക്. ഞാൻ നോക്കിക്കളാം മഞ്ഞക്കിളി. ഓ, നിന്റെ സെൽഫോൺ ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? മോബി ചെറുപ്പത്തിൽ സെൽഫോൺ വിളിക്കില്ലേ, അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഓ, എന്താ മെസ്സേജ് നോക്കാം. പെട്ടെന്ന് ആ ഫോൺ എടുത്ത് സംസാരിക്കാം. ഹലോ, മിസ്റ്റർ ഗ്യാൻസസ് ആണോ സംസാരിക്കുന്നത്? സോറി സാർ, സാർ റോങ് നമ്പറാ വിളിച്ചിരിക്കുന്നേ. ഐ എം സോറി. അതൊന്നും കുഴപ്പമില്ല സാർ. ഇത്രയും വലിയ തലയിൽ അതിനേക്കാളും വലിയ ചെവി വെച്ചിരിക്കുന്നു. പക്ഷെ രണ്ടും പ്രവർത്തിക്കുന്നില്ലല്ലോ. എങ്ങനെയാടാ നീ ഇത്രയും വലിയ മണ്ടനായത്? എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ സ്ഥലത്ത് മയാമി ഇന്ത്യൻസ് ഉണ്ടെന്നർത്ഥം. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇതിലെന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക്. എനിക്ക് ഒരു സമയത്ത് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. ഹോ, നിന്റെ അടുത്ത് ഇത്ര നേരം ഞാൻ സംസാരിക്കുന്ന വലിയ കാര്യം. നിനക്ക് എന്റെ ട്രീറ്റ്മെന്റ് ശരിയാവും. ഓക്കെ, ഇനി ശരിയാവും. നീ വായിക്കും മോബി. നമ്മൾ വന്ന വഴിയിൽ തീർച്ചയായും കടലിനെ നോക്കിയ ഒരു പാറയുണ്ട്. ആ പാറ പൂച്ചയുടെ രൂപത്തിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടായിരുന്നോ? അവിടെ ഇരിപ്പുണ്ട്, നോക്ക്. ആ മല കടക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, വളരെ പ്രയാസമേറിയതാണ്. ഇനി നമുക്ക് ആ മല കടക്കാൻ സാധിച്ചുവെങ്കിൽ അതിനുശേഷം മാജിക് ലാൻഡിൽ എത്താൻ സാധിക്കും. നമുക്ക് വെറുതെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദം അവിടെ പോയി. ഓ, അതിനൊന്നും ചാൻസേ ഇല്ല. ആ മാജിക് ലാൻഡിൽ ധാരാളം ഡ്രസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോന്ന് ഡ്രസ്സോ? വർണ്ണപക്ഷികളുടെ തൂവൽ ഉപയോഗിച്ചുണ്ടാക്കിയ തൊപ്പികൾ ഓ, ഉണ്ടത്രേ. അപ്പൊ എനിക്ക് എങ്ങനെ അവിടെ പോയിക്കാൻ സാധിക്കാം? ഞാൻ പറയുന്നത് താനങ്ങ് അനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇത് കത്തിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നശിപ്പിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ ബോംബ് വെക്കാൻ പോവുകയാണ്. എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും നമുക്ക് തടയണമല്ലോ. അതിനുള്ള എന്തെങ്കിലും ഒരു വഴി ഇതിനകത്ത് തന്നെ കാണും. വാ, നമുക്കിത് എടുത്തോണ്ട് പോയി നോക്കാം. പെട്ടെന്ന് എടുക്കടാ. ഓ, എന്റെ തലവിധി. എല്ലാം കത്തി തീരട്ടെ. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടോട്ടെ. അയാളിത് കത്തിച്ചു കഴിഞ്ഞ് പൊട്ടുന്നതിന് മുമ്പ് നമുക്കിത് അണയ്ക്കണം. ഇനി ഇതിനകത്തുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് കസ്റ്റംസ് ഓഫീസർക്ക് നമുക്ക് സിഗ്നൽ കൊടുക്കാം. ആരെങ്കിലും എത്താതിരിക്കില്ല. ആരും അനങ്ങരുത്. സൺറാകുന്നതാണ് നല്ലത്. നിങ്ങൾ കള്ളക്കടത്തുകാരാണല്ലേ? നോ, ഞങ്ങൾ അത്രക്കാരല്ല. നിങ്ങൾ വെറുതെ ഞങ്ങളെ സംശയിക്കരുത്. അല്ല, ഇയാള് പറയുന്നത് കള്ളമാണ്.
ഈ കപ്പല് നശിപ്പിച്ചതിലുള്ള കള്ളക്കടത്ത് സാധനങ്ങളായി രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ പ്ലാൻ. വെറുതെ അനാവശ്യം പറയരുത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് വേണ്ട തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. മെറീന, അതെടുത്തോണ്ട് വരൂ. എത്രയും പെട്ടെന്ന് ഇത് കത്തിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരു തെളിവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാം നശിപ്പിക്കണം. മനസ്സിലായി മിസ്റ്റർ കപ്പിത്താൻ. ഇതിൽ കൂടുതൽ തെളിവുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിനക്കൊക്കെ വച്ചിട്ടുണ്ടോ? ഞാൻ പുറത്തിറങ്ങട്ടെ. പിന്നെ തിരിച്ചിറങ്ങിയിട്ട് വേണ്ടേ? ഏതാണ് നമ്മുടെ ഏരിയയിൽ ഈ ബോട്ട് കൊണ്ടിട്ടിരിക്കുന്നത്? അതിൽ നമുക്ക് കഴിക്കാനുള്ളത് വല്ലതും കാണുമായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല ബോസ്. പിന്നെ ആ ബോട്ട് ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാണെന്ന് തോന്നുന്നു. ശരി, വാ, ആ ബോട്ടിൽ എന്താണെന്ന് പോയി നോക്കാം. ഞാനും കൂടെ വന്നല്ലേ പറ്റൂ. അതിനകത്ത് ആൾക്കാരും ഇല്ലെങ്കിൽ ഉള്ള എന്താന്ന് വെച്ച് എടുത്ത് കഴിക്കായിരുന്നു. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പോകുന്നതേ വേസ്റ്റ് ആയിപ്പോ. വരാതെ പറ്റില്ലല്ലോ. ഒരു കുന്തോ ഇല്ല. ആദ്യമേ പറഞ്ഞില്ലേ കുന്തോ ഇല്ലെന്ന്. ഒന്ന് മിണ്ടേരടി. ഈ ബോട്ടിൽ നിന്ന് ചെറിയ ചെറിയ ജീവികൾ നടന്നു പോയതിന്റെ കാൽപാദങ്ങൾ കാണുന്നുള്ളൂ. ഓ ചുമ്മാതെ. നീ ഒന്ന് മിണ്ടായിരിക്കും. എന്റെ കൂടെ വന്നാ മതി. ബോസ് പോകുന്നിടത്തൊക്കെ എനിക്ക് വന്നല്ലേ പറ്റൂ. അവരിവിടെ എവിടെയോ തീർച്ചയായിട്ടും ഉണ്ടാവും. കാൽപാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ അവരിവിടെ എവിടെയോ തന്നെ ഉണ്ടാവും. എനിക്ക് മണം പിടിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. വായിക്ക് രുചിയായിട്ടല്ലോ കഴിച്ചിട്ട് എത്ര നാളായി. ഞാനും ഒരു കാര്യം ചെയ്യാം. മരത്തിന്റെ മുകളിൽ കയറി അവ എവിടെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അത് നല്ല ഐഡിയ ആണ്. എന്റെ കയ്യിലുള്ള ഈ സ്പ്രിങ് വെച്ച് മരത്തിന്റെ മുകളിൽ നമുക്ക് പെട്ടെന്ന് കയറാം. അവര് മരത്തിന്റെ താഴെയാണെങ്കിലോ? അനാവശ്യമായിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഈ മരത്തിന്റെ മുകളിൽ ഇരുന്നപ്പോ എന്തൊരു കാറ്റല്ലേ? നിങ്ങൾക്കാർക്കും അങ്ങനെ തോന്നുന്നില്ലേ? അവരിതാ പോകുന്നു. ഞാൻ ചാടാൻ പോവാ. ചാടുന്നതൊക്കെ കൊള്ളാം. മുതുകടിച്ച് വീഴരുതേ. ബാലൻസ് പോയി. എടാ മരക്കെഴുതേ, ചാടുന്നതിന് മുമ്പ് പറയണ്ടേ എന്റെ കാലിൽ സ്പ്രിങ് ഉണ്ടെന്ന്. നരി പറക്കുന്നത് തന്നെ അതിശയാ. കൂടാതെ തന്നെ വാലിനോട് സംസാരിക്കാൻ ചെയ്യുന്നു. ഞാൻ സ്വപ്നം കാണുകയാണോ? നമ്മൾ തുർക്കി കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ പോൾ ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത്. മാർക്കോ പോളോ ആരാ? പോളോ കഴിച്ചിട്ട് മാർക്കിടുന്ന ആളാണോ? നീ പോളോ ടീഷർട്ട് കണ്ടിട്ടുണ്ടോ? അതെല്ലാം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അയാൾ ടീഷർട്ടും കണ്ടുപിടിച്ചോ? അത് കണ്ടോ? നമ്മൾ അന്വേഷിച്ചു വന്ന സ്ഥലം ഇതാണ്. ഒരു കാലത്ത് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. നമുക്കിനി എങ്ങോട്ടാ പോകേണ്ടത്? ഇത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കൊള്ളാം. ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാനാണ് നന്നായിരിക്കുന്നതല്ലേ? അപ്പൊ അത്രയും ദൂരം നടന്നു പോണെന്നാണോ? ഞാനൊന്നും വരുന്നില്ല. പേടിക്കണ്ട സിനി, നിനക്ക് വേണ്ടി ഞാനൊരു വാഹനം റെഡിയാക്കുന്നുണ്ട്. നമുക്ക് ജോളിയായിട്ട് പോവാം. സസ്പെൻഷൻ ഇല്ല, സ്റ്റിയറിംഗ് ഇല്ല, ഹോൺ ഇല്ല. ഒരു നല്ല വണ്ടി കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്റെ കാല് തന്നെയാണ് സസ്പെൻഷൻ. നീ പേടിക്കാതെ സിനി. അപ്പൊ ഇനിയിപ്പോ എങ്ങനെ പോകുന്ന? നീ സീറ്റ് ബെൽറ്റ് കെട്ടിക്കോ. അവരെക്കാൾ മുമ്പേ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. നിന്നെ എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോകരുത്. നിന്നെ ഞാൻ വലിച്ചു കീറി വെക്കും. എന്നെ എത്ര പേര് വണ്ടി പോവാൻ വിളിച്ചതാ. ഞാൻ പോവാത്തത് കൊണ്ടല്ലേ. നിന്റെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. 2, മര്യാദക്ക് എന്നെ ഇവിടുന്ന് എണിയിപ്പിച്ച് വിട്. ആരെങ്കിലും കണ്ടപ്പോ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒന്ന് എണിയിപ്പിക്കടാ. പിന്നെ 3, ചെവി കേക്കില്ലല്ലോ. ഇത്ര നേരം ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കുന്നില്ല. ഇത്രയും വലിയ കാലം വെച്ചോണ്ട് നിനക്കൊരു അല്പമെങ്കിലും സെൻസ് ഉണ്ടോ? ദേഷ്യം വരുന്നോ സിനി? ദേഷ്യം വരുന്നോന്നോ? എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൻ നിൽക്കുന്ന കണ്ടില്ലേ? അവന്റെ ഉണ്ട കണ്ണും വെച്ചോണ്ട്. നീ ഒരു ദുഷ്ടനാ. നീ വെറുതെ പ്രാവാതെ. നിന്റെ സമയം കൊള്ളാന്ന് മാത്രം നീ വിചാരിച്ചാ മതി. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? അതാരായിരിക്കും? ഇപ്പൊ തന്നെ ഞാൻ പോയി ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നല്ലാതെ ഞാനാണ് റോക്കോ. നിങ്ങൾ എന്റെ ഈ സാഹസം കണ്ടില്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്കൂ ഞാൻ ആരാണെന്ന്. ഓ, ഈ പൈലറ്റ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും സാഹസം ചെയ്യുന്നതിൽ ഞാൻ തന്നെയാണ് സൂപ്പർ സ്റ്റാർ. ഓ, ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു സാഹസ വീരനെ കണ്ടിട്ടേ ഇല്ല.
അവനാണോ ഞാനാണോ എന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഓ, ഇത്രയും സുന്ദരനായ നിങ്ങൾ ആരാണ്? നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കാം. ഓ, ഞാൻ റെഡി. അതിനു മുമ്പേ ഈ പറക്കുന്ന മുയലിനെ തോൽപ്പിക്കണം തമ്പി. പക്ഷെ നിനക്ക് പറക്കാൻ കഴിയില്ലല്ലോ, പിന്നെങ്ങനെയാ? ചിറകില്ലല്ലോ, പിന്നെ എങ്ങനെ പറക്കും? എനിക്ക് ചിറകില്ലെങ്കിലും ഞാൻ പറക്കും. എന്നോട് മത്സരിച്ച് ജയിച്ചിട്ട് നീ പെണ്ണുങ്ങളുടെ മുന്നിൽ ഷൈൻ ചെയ്താ മതി. ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ച് സമയം കളയാൻ ഞാനില്ല. ചുണയുണ്ടെങ്കിൽ എന്നോടൊപ്പം മത്സരിച്ച് ജയിക്കേ. ഓ, ഇദ്ദേഹത്തെ പോലെ ഒരു ഹീറോയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെ നിന്നും രണ്ടുപേരും ഒരുമിച്ച് ചാടണം. ആരാണോ ആദ്യം ചിറകുപയോഗിക്കുന്നത് അവർ തോറ്റു. റെഡി? ഓക്കേ, ചാടാം, വാ. അങ്ങനെ ചമ്മന്തിയൊന്നും ആവില്ല, നീ സമാധാനിക്ക്. ഇനി 50 മീറ്ററേ ഉള്ളൂ. അതിനുള്ളിൽ ചിറക് വിടർത്തിക്കൂ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നീ നിന്റെ ജോലി നോക്കണേ. അയ്യോ. ഞാൻ ജയിച്ചേ. ചിറക് വിടർത്തിയിട്ടേ ഇല്ല, പക്ഷെ കീറിപ്പോയി, ബോധം പോയി. ഇപ്പൊ പറസിനി, ഈ മത്സരത്തിൽ ജയിച്ചതാരാ? നിന്റെ ഹീറോ ആണോ? സത്യമായിട്ടും നീയല്ല. നീ ഇത്രയും അവിടെ ചാടിയിട്ട് ചാവാത്തത് ഭാഗ്യം. പറ്റിയാ കയറി വാ. ആവശ്യമില്ലാതെ പൊങ്ങച്ചൻ പറഞ്ഞാൽ മുൻവശത്തിരിക്കുന്ന 2 പല്ലുകൂടെ കളയാതെ കേറി വാ. കൂട്ടുകാരെ വേഗം വാ. ഈ കല്ലിന്റെ പുറകിലൊരു കഥ കൊണ്ട്. വേഗം വരൂ. അത് തുറക്കാൻ വേണ്ടി ഒരു പിടിയുമുണ്ട്. ദാ കണ്ടോ? അത് തുറന്നു നോക്ക്. തുറക്കണോ? തുറന്നു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. ആയി നോക്കി. എന്റെ ശക്തി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അത് തുറക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ മേലെ നിന്നുകൊണ്ട് തുറക്കാൻ ശ്രമിച്ചാൽ തുറക്കാൻ ഇത് പറ്റും. കുറച്ച് നേരത്തെ പറയാൻ പാടില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. വാ, നമുക്ക് പോയി നോക്കാം. അത് തന്നെ. ഇതാരെങ്കിലും പൊക്കിയാലല്ലേ എനിക്ക് പുറത്തു വരാൻ പറ്റൂ. ഇപ്പൊ ഞാൻ കഥ കടച്ചു. ഇനി ഞാൻ വീണ്ടും തുറക്കണം. എന്നാലേ അകത്ത് പോകാൻ പറ്റൂ. ഇപ്പൊ ഞാൻ കഥ തുറന്നു അടച്ചു. ഓ, എന്താ അതിശയമായിരിക്കുന്നു ഈ ഇത്. സ്ഥലത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. സത്യവാ. തുറന്ന് എന്നോടാണ് കളി. എന്നെ പോലൊരു ബുദ്ധിശാലി ലോകത്തുണ്ടാവില്ല. ഞാനൊരു പ്രസ്ഥാനം തന്നെയാണ്. വീണ്ടും അടഞ്ഞ്. ഓ, ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യല്ലോ. ആരെങ്കിലും ഇവനെ ഒന്ന് എടുത്ത് പുറത്തു കളാ. ആരും എന്നെ സഹായിക്കണമെന്നില്ല, ഞാൻ തന്നെ അകത്ത് വന്നോളാം. വന്നല്ലോ. രഹസ്യവാതിലൂടെ അവർ അകത്തു പോയിരിക്കുകയാണ്. ഇതാണ് പറ്റിയ സമയം. സമയം എത്രയായി? എന്റെ വായിൽ നിന്നും കേൾക്കരുത്, മാറ. അവർ ഇനി ഗുഹയിൽ നിന്നും പുറത്ത് കടക്കരുത്. ഈ ഗുഹയിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്റെ കൂടെ വരൂ. നമുക്കെന്താ വന്ന വഴിയെ തിരികെ പോകാൻ പറ്റില്ലേ? അത് നടക്കില്ല. ഏതോ ഒരു വലിയ പാറ ആ വഴി മുടക്കിയിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല ഇപ്പൊ എന്റെ തലയിലായി. രക്ഷിച്ചല്ലേ പറ്റൂ. പാറയല്ല മലയാണെങ്കിൽ രക്ഷിക്കും. അവന്റെ ഒരു ചോദ്യചിഹ്നം. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാം. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ആലോചിച്ചാൽ കിട്ടുള്ളൂ. വരൂ ഹീറോ, നമുക്ക് പുറത്തേക്ക് പോകാൻ നോക്കാം. എനിക്കെന്തോ ഇവനത്ര വിശ്വാസം പോരാ. സിനിക്ക് അവന്റെ അടുത്ത് എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ കാത്തിരുന്നാൽ മാത്രം മതി. നമുക്ക് ആവശ്യമുള്ളത് റോക്കോ ഇപ്പൊ കൊണ്ടുവരും. എനിക്കൊരു സത്യം അറിയണം. നീ ഒന്നും മിണ്ടായില്ല. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? പൈലറ്റ്, നിനക്ക് ഈ വഴിയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അതെ, എനിക്ക് ഈ വഴി കാണാപ്പാടാ. പക്ഷെ ആരോമാർക്ക് അങ്ങോട്ടല്ലേ, നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അങ്ങനെയോ? എവിടെ ആരോമാർക്ക്? കാണട്ടെ. കുറച്ചു നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഞങ്ങളെ വെളിയിലേക്ക് വിട്. ഓ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. വേഗം ഇങ്ങോട്ട് വരുന്നേ. ആരായിരുന്നാലും ചില നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും. ഹലോ, ഞാനാണ് റോക്കോ. ഇപ്പൊ ഞാൻ ലെഫ്റ്റിലേക്ക് വരണോ റൈറ്റിലേക്ക് വരണോ? റോക്കോ, നീ മറന്നുപോയോ? ലെഫ്റ്റിലേക്ക്. പെട്ടെന്ന് വാ, എനിക്ക് വിശക്കുന്നു. ഓക്കെ ബോസ്, നിങ്ങൾ അവിടെ ഇരിക്കൂ. ഞാൻ പെട്ടെന്ന് എത്താം. ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം. പിന്നൊരു കാര്യം, അവരൊക്കെ ബുദ്ധിശാലികളായിരിക്കും, സൂക്ഷിക്കണം. അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. നമുക്കിനി ഏത് വഴിയാ പോകേണ്ടത്? അത് നിങ്ങൾ തീരുമാനിച്ചോ? നമ്മൾ എങ്ങോട്ട് പോണം, എങ്ങനെ പോണോന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. പോകേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് പോകാതെ പിന്നെ വിഷമിച്ചിരിക്കണോ? നമുക്കിനി ഏത് വഴിയാ പോകേണ്ടത്?
ഞാൻ കൂടെ ഉള്ളപ്പോ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഏത് വഴി കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്തോന്ന് അറിയോ എന്തോ. എനിക്കെന്തോ ഇവന്റെ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. ഇവൻ പറയുന്ന വഴിയെ പോയാൽ നമ്മൾ ആപത്തിൽ നിങ്ങൾ പേടിക്കാതെ, ഏത് വഴിയാ പോകേണ്ടത് ഞാൻ പോയി നോക്കിയിട്ട് വരാം. പൈലറ്റ് വഴി കണ്ടുപിടിച്ചിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടണം. വേഗം വാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. പൈലറ്റ് വളരെ നല്ലയാളാ. ഞാൻ വരുന്നില്ല നിങ്ങളുടെ കൂടെ. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. നീ അനുഭവിക്കോടി. ഹീറോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാ. ഒന്ന് വരൂ, പെട്ടെന്ന് വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്താ ഇത്? ഇവിടെ എല്ലാം പാറ ഇറങ്ങി നിൽക്കുകയാണല്ലോ. ഇത് തുറന്നാ ചിലപ്പോ വെളിയിലേക്കുള്ള വഴിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഹേ രാജകുമാരാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇവിടെ. ഒന്ന് വേഗം വരൂന്നേ. ഇവിടെ തനിച്ചാണല്ലോ. അത് ശരി, മറ്റുള്ളവരൊക്കെ ഇവിടെ പോയി. ആ, കിട്ടിയത് കിട്ടി, ഉള്ളതാവട്ടെ. ഇതിനകത്തൊരു പെട്ടി ഇരിക്കുന്നല്ലോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. എടാ ദുഷ്ടാ, നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എവിടെയാടാ എന്നെ കൊണ്ടുപോണത്? ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ശത്രുവാണെങ്കിൽ പാറ തലയിൽ കൂടിട്ടേക്ക്. അയ്യോ വേണ്ട ബോസ്, ഞാൻ റോക്കോയാണ്. കുറച്ച് ആഹാരം കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇത്ര നേരമോ? എന്താണ് ചാക്കിനകത്ത്? ആഹാരം ജീവനോടെ കൊണ്ടുവന്നിരിക്കുകയാണ്, അതും ചാക്കിനകത്ത്. 6 അകത്തേക്ക് പോയി. നിനക്കൊന്നിനെ കിട്ടിയുള്ളൂ. പിടിക്കാനായിട്ട് ചെന്നപ്പോ ഒന്നിനെ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ഗുഹയ്ക്കകത്ത് തന്നെ ഉണ്ട് ബോസ്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല അല്ലേ? പറഞ്ഞത് കേൾക്കാത്തോണ്ടല്ലേ അങ്ങനെ പറ്റിയത്. ഇപ്പതാ എല്ലാരും പെട്ടിയിൽ അടച്ചു വെക്കുന്നു പറയുന്നു. നമുക്ക് അവളെ പോയി രക്ഷപ്പെടുത്താം. എനിക്ക് റോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വരുന്ന എല്ലാത്തിനെയും പിടിച്ചങ്ങ് റോസ്റ്റ് ചെയ്തേക്ക്. പെട്ടെന്ന് വാ, പെട്ടെന്ന്. നിങ്ങൾ കണ്ടോ, ഇവിടെ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. അതൊന്ന് വായിച്ചു നോക്കാം. പണ്ട് കാലത്ത് നോവ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ മ്യൂസിയത്തിനകത്താണ് നിൽക്കുന്നത് അല്ലേ? ഈ മണ്ടം വരെ കണ്ടുപിടിച്ചു, പക്ഷെ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ഞാനാണ് വെളിയിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചത്. വരൂ പോവാം. ലിയോ, ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ റാംജി റാവിനെ പോലെ വോയിസ് മാറ്റി സംസാരിക്കണം. രണ്ടുപേരും ജാഗ്രതയായിരിക്കണം. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി പിന്നെ നമുക്കും രക്ഷപ്പെടണം. ആ ജോലി എനിക്ക് വിട്ടേക്ക്. ഈസി അല്ലേ? ഈസിയോ ഓസിയോ, നീ എതിരാളികളുടെ ശ്രദ്ധ തിരിച്ചാ മാത്രം മതി. ചെയ്യാന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനു വെറുതെ ഉടക്കുന്നത്? ശബ്ദം ഉണ്ടാക്കി കൊള്ളാക്കല്ലേ. അവർ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. നമുക്കകത്തേക്ക് പോകാം. പെട്ടെന്ന് വാ. ഇതുവഴി പോയാൽ നമുക്ക് ചെവിയനെ സിനിയും കണ്ടുപിടിക്കാം. എന്തിനാ സ്റ്റോപ്പ് പറഞ്ഞേ? ട്രെയിനോ? ഓക്കെ, ഇപ്പൊ നമുക്ക് പോകാം ലിയോ. നീ ട്രെയിൻ ഷെഡ്യൂളൊക്കെ ചെക്ക് ചെയ്തോ? അതെ, അടുത്ത ട്രെയിൻ വരണമെങ്കിൽ ഇനി 10 മണിക്കൂർ കഴിയണമെന്ന്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തും. നോക്കിക്കാം. അങ്ങനെ സ്വപ്നത്തിൽ പോലും കാണണ്ട. എന്തെന്നാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും ഇതിനകത്ത് കടക്കാൻ കഴിയില്ല. അവര് മാജിക് ഫണൽ ട്രിക്ക് ഉപയോഗിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തും. നിന്നോട് ഞാൻ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കാൻ. മാജിക് ഫണൽ ട്രിക്കോ? പെട്ടെന്ന് ചെല്ല്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. തീ കൂട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തേക്കൂ. സൂക്ഷിക്കണം, പരുന്തുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ പാടില്ല. ഇവരെങ്ങോട്ടാ പോയത്? കുറച്ചു നേരമായല്ലോ പോയിട്ട്. എനിക്കെന്തോ സംശയം തോന്നുന്നു. ശരി, പോയി നോക്കിയേക്കാം. ഇന്നത്തെ മെനു എന്താണെന്ന് പറയാമോ സ്ട്രെച്ച്? 6 വിധത്തിലുള്ള വിഭവങ്ങളുണ്ട്. ചീസ് പുരട്ടി കഴിച്ചോളൂ ബോസ്. ചമ്പൽക്കാട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്ത ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ മോബി? തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം ശരിക്കുമുള്ള പാമ്പുകളാണ്, അല്ലാതെ ഇതുപോലെയൊന്നും അല്ല. നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞത്? അതെ, അവരെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല സ്റ്റൈലായിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. അവരെപ്പോഴും ഡയമണ്ട് നെക്ലസ് അണിഞ്ഞിരിക്കും. നിനക്കത് ഓർമ്മയുണ്ടോ? ആ അതെ അതെ, ഞാൻ കണ്ടിരുന്നു. അതുപോലുള്ള പാമ്പുകളെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. എന്ത് ഡയമണ്ട് നെക്ലസോ? ഇതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ചിന്തിക്കാതിരുന്നത്? സ്ട്രെച്ച്, പെട്ടെന്ന് പോയി എല്ലാവർക്കും ഈ 2 നെക്ലസ് ഉണ്ടാക്കൂ. നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. ജോളി മോബി എന്ത് പ്ലാൻ ചെയ്യുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലായി.
എപ്പോഴും ഞാനാണല്ലോ ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ പറയൂ, ആരെയാണ് കാണാൻ കൂടുതൽ ഭംഗിയുള്ളത്, ഞങ്ങളെയോ അതോ ചമ്പൽ സ്നേക്സിനെയോ? സംശയമില്ല, നിങ്ങൾ തന്നെ, ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ. ഇപ്പൊ എന്ത് ചെയ്യണം? പുറത്തേക്ക് പോയി ഒന്ന് നിക്കാവോ? മഞ്ഞക്കിളി നിങ്ങളുടെ ഫോട്ടോ എടുക്കും, ഭംഗിയുണ്ടോ നോക്കണ. പെട്ടെന്ന് വരാൻ പറയേ. വന്നോണ്ടിരിക്കാ. ഏയ്, എനിക്ക് താഴെ വലിയ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പിടി പിടിച്ചിട്ട് തന്നെ കാര്യം. മഞ്ഞക്കിളി ഒരു പുതിയ തരംഗം ഉണ്ടാക്കാൻ നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. നമുക്ക് പെട്ടെന്ന് ഈ സ്ഥലത്തുനിന്ന് പോവാം. വാ. നീ എന്ത് തമാശ പറയാണോ? ആ പരുന്തിന് കൂട്ടിലുള്ള രത്നങ്ങൾ എടുക്കാതെ നമ്മൾ ഇവിടുന്ന് പോകുന്നേ ഇല്ല. അപ്പൊ നിങ്ങൾ ഡയമണ്ട്സ് അന്വേഷിച്ചാണ് വന്നത്, മഷ്റൂം അന്വേഷിച്ചല്ല അല്ലേ? ഇല്ല ഇല്ല, സിനി മഷ്റൂം എന്നാണ് പറഞ്ഞത്. സത്യം പറയണം, നിങ്ങൾ ഡയമണ്ട്സ് അന്വേഷിച്ചാണ് വന്നത്, അല്ലാതെ മഷ്റൂം അന്വേഷിച്ചല്ല, ശരിയല്ലേ? പറയൂ, എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? അച്ഛനാണ് അല്ല, സിനി മഷ്റൂമിനെയാണ് ഡയമണ്ട് എന്ന് പറഞ്ഞോണ്ടിരുന്നത്. അതെവിടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? മലയുടെ മുകളിലുള്ള പരുന്തിന്റെ കൂട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഡയമണ്ട്സ് കിട്ടും. അല്ല മഷ്റൂം കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഓ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാ. നിങ്ങൾ എന്റെ കൂടെ വരൂ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. രത്നങ്ങൾ എടുത്തു തരാൻ പോവാണോ? ഇല്ല, ഇവിടെ ധാരാളം തക്കാളിയുണ്ട്. മഷ്റൂമിനേക്കാളും എപ്പോഴും നല്ലത് തക്കാളിയാ. ഡയമണ്ട്സിന് പകരം അതെടുത്തോണ്ട് പോയിക്കോളൂ. അങ്ങോട്ട് നോക്ക്, ഒരു പഴയ പായ്ക്കപ്പൽ. ഒരു പക്ഷെ അത് പൈലറ്റ് ഷിപ്പ് വല്ലതും ആണോ? പൈലറ്റ് ഷിപ്പിൽ സാധാരണ പൈലറ്റ് ഫ്ലാഗ് ആണ് കാണാറുള്ളതെന്ന് നിനക്കറിയില്ലേ? അതൊരു ഡേഞ്ചർ ഷിപ്പാണെന്ന് തോന്നുന്നു. ഡേഞ്ചർ ഷിപ്പിലേക്ക് വലിയ ഫ്ലാഗ് ആയിരിക്കും. ചെവിയാ, നമുക്ക് അതിനടുത്ത് പോയി എന്താണെന്ന് നോക്കാം. അവിടെ തന്നെ നിന്നാ മതി. അകത്തേക്ക് പോയാൽ വലിയ ആപത്താണ്. അതിനകത്ത് വലിയ കൊള്ളക്കാരുണ്ടാവും. അവരൊക്കെ എന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോകും. വരൂ, നമുക്ക് അവിടേക്ക് പോവാം ഫ്രണ്ട്സ്. ഈ താറാവുകളെ മനസ്സിലാക്കിയവരാരും ഇല്ല. അപ്പോ എവളുടെ സൗന്ദര്യം കണ്ട അവര് മയങ്ങുമെന്ന് വെച്ച് എവളായിട്ട് തന്നെ തല വെച്ചു കൊടുക്കാൻ പോവാ. ഇതൊക്കെ കാണാൻ നമ്മക്ക് വിധി. വാ പോവാ. വളരെ സൂക്ഷിച്ചു നടക്കണം കേട്ടോ. കളഞ്ഞു. ഇനി ഞാൻ പോയി സിനിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. എല്ലാരും വരുമ്പോ ഇതൊക്കെ വൃത്തിയായി കിടക്കണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ വന്ന് ക്ലീൻ ചെയ്തു. അല്ല, ആരാ ഈ പുതുമുഖം? മനസ്സിലായില്ല. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, പോസ്റ്ററിലുള്ള പെണ്ണ. നീ പറഞ്ഞ ജോലി ഞാൻ ചെയ്ത സിനി. പോസ്റ്ററിലുള്ള കറുത്ത പുള്ളി മാറ്റി. അയ്യോ, പറയൂ സിനി, നീ എന്തിനാ എന്നെ വിളിച്ചത്? അവള് വന്ന് ഇറങ്ങിയില്ലേ, അതുപോലൊരു വാഹനം എനിക്കും വേണം. ശ്രദ്ധിച്ച് കേട്ടോളൂ, നമ്മൾ ആ ബൗളിംഗ് ബോൾ യൂസ് ചെയ്ത് അതിന്റെ പവർ കൊണ്ടാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത്. നീ ബൗളിംഗ് ബോൾ ടെക്നിക്കിനെ കുറിച്ചല്ലേ മഞ്ഞക്കിളിയോട് പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞേ മോബി? അത് ഞാൻ തന്നെ പറഞ്ഞു തരാം നിനക്ക്. ആദ്യം ഇരിക്കുന്ന വലിയ പാറ താഴെ വീണ് ഉരുളാൻ ആരംഭിക്കുമ്പോ വേറെ ധാരാളം പാറകൾ വന്ന് നമ്മുടെ റോക്കറ്റിൽ ഇടിക്കും. ഇടിച്ച ഉടനെ ആ ഫോഴ്സിൽ നമ്മുടെ റോക്കറ്റ് കാറ്റിൽ പറക്കും. എന്താ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ ശരിയാവൂലല്ലേ? തീർച്ചയായും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പാറകൾ കുഴൽ വഴി റോക്കറ്റിൽ ഇടിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയാൽ മതി. എന്റെ ചോദ്യം കറക്റ്റാണ് മഞ്ഞക്കിളി. എനിക്കും ഇതിലത്ര വിശ്വാസം പോരാ. ഓക്കേ, ഏകദേശം അടുത്തെത്തിന്ന് തോന്നുന്നു. അയ്യോ, ഈ വഴിയുടെ നടുക്കൊണ്ട് ആരാണ് ഈ മരം നട്ടുവെച്ചത്? അയ്യോ, എന്റെ ഈ വാഹനത്തിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ട്, അറിയാമോ? അതൊക്കെ എന്റെ വാഹനത്തിലും ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. നിനക്ക് ഒരു സ്വിമ്മിംഗ് പൂളല്ലേ ഉള്ളൂ? എന്റെ വാഹനത്തിൽ 2 ഉണ്ട്. മാത്രമാണോ? എന്റെ വാഹനത്തിൽ ഗോൾഫ് കോഴ്സും ഉണ്ട്. അതിനേക്കാളൊക്കെ സൗകര്യം എന്റെ വാഹനത്തിലാണുള്ളത്. അത് മാത്രമാണോ? എന്റെ വാഹനത്തിൽ ഹെലികോപ്റ്റർ പാഡ് പോലും ഉണ്ട്. നിന്റെ അടുത്ത് ഹെലികോപ്റ്റർ പാഡല്ലേ ഉള്ളൂ, എന്റെ അടുത്ത് എയ്റോപ്ലെയിൻ പാഡ് വരെ ഉണ്ട്. നിനക്ക് എന്തൊക്കെയുണ്ടെങ്കിലും സുന്ദരം ഞാൻ തന്നെയാണ്. ഇതൊന്നും അല്ലാതെ എന്റെ അടുത്ത് വിൻമില്ലുണ്ട്. അതെനിക്ക് സുന്ദരമായ കാറ്റ് തരും. അവള് നിന്നേക്കാളും സുന്ദരിയാണെന്നാ പറയുന്നേ. അവള് പറഞ്ഞത് ഇനി ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ. അവള് പറഞ്ഞ നീ കേട്ടില്ലേ സിനി? അവള് നിന്നേക്കാളും ബ്യൂട്ടിയാണെന്നാ പറയുന്നേ. ഓ, അവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൾ എന്നെക്കാളും സുന്ദരിയാണെന്ന് പറയും. ധൈര്യത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ അവള് പറഞ്ഞ മാറ്റർ ഇതാ. ഒരു കാര്യം നീ നന്നായിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാലം എന്റെ കൂടെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാരും തെക്കേത് വടക്കേതെന്നറിയാതെ ഓടിപ്പോയിട്ടുണ്ട്. ഞാൻ തോറ്റ ചരിത്രമേ ഇല്ല. ആ ചരിത്രം ഞാൻ വീണ്ടും ആവർത്തിച്ച് കാണിച്ചു തരാം. എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ തോൽക്കാനായി ജനിച്ചവളല്ല.
ഓ അങ്ങനെ അതിന്റെ ജോലി തീർത്തു. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ മുകളിൽ നിന്നും ഉരുണ്ടു വരുന്ന പാറ മണിക്കൂറിൽ 850 കിലോമീറ്റർ സ്പീഡിൽ വന്നാണ് നമ്മുടെ റോക്കറ്റിനെ ഇടിക്കുന്നത്. ഇല്ല മഞ്ഞക്കിളി, നമ്മൾ ചന്ദ്രനിലേക്കല്ല പോകുന്നത്. ഇത്രയും സ്പീഡിൽ പോയാൽ വെനീസിൽ ചെന്ന് എത്താമെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ശരി, വാ നമുക്ക് അവരെയൊക്കെ പോയി വിളിക്കാം. സിനിയുടെ ബ്യൂട്ടി കോntest കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇല്ല ഇനി ഡാർക്ക് ആയിരിക്കണം. എന്റെ കണ്ണ് ഭയങ്കര ഭംഗിയായിരിക്കണം. ഇങ്ങ് നോക്ക് ചെവിയ, നീ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊന്നും എനിക്കറിയണ്ട. നീ പെട്ടെന്ന് പോയി എനിക്ക് കുറെ തൂവലുകൾ കൊണ്ടുവാ. ഞാൻ ഉണ്ടാക്കുന്ന പെർഫ്യൂം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതായിരിക്കണം. ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ആ പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റില്ല. വേഗം പോ. തൂവല്, ഒരു ബക്കറ്റ് നിറയെ പയറ്, ഇതൊക്കെ വെച്ചോണ്ട് എങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും? എനിക്കറിയില്ലേ. ഇനി എന്തിനാണ് ഈ സാറ്റലൈറ്റ്? പോട്ടെ, എന്റെ മൂക്ക് കൊണ്ട് ഞാൻ വഴി കണ്ടുപിടിച്ചോളാം. നീ പറഞ്ഞ എല്ലാം ഞാൻ കൊണ്ടുവന്ന് തിനി. ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ മൃഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് സൂപ്പർ ഷാപ്പാടായിരിക്കും. ആ വെളുത്തുള്ളി സവാളി നന്നായിട്ട് കട്ട് ചെയ്ത് താ ചെവിയ. എന്നിട്ട് ആ പയർ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചെയ്. ഓക്കേ സിനി, ഇതാ വന്നു കഴിഞ്ഞു. ഓ വേഗം ആവട്ടെ. അവള് പെർഫ്യൂം ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടാക്കണം. ലിയോ, ഈ ഫെദർ നോക്ക്, കുറച്ച് ബെൻഡായത് പോലെ ഇല്ലേ? ആ ചെവിയ, എന്റെ പെർഫ്യൂം റെഡിയായി കഴിഞ്ഞോ? ഇവളിതെന്തായി ചെയ്യുന്നത്? ഓ, നീ എന്തിനാ പേടിക്കുന്നത് ജോളി? ഇത് വേറൊരു സർപ്രൈസ് മാത്രം. സിനിക്കും എലീനയ്ക്കും ഇടയിൽ നടക്കാൻ പോകുന്ന ബ്യൂട്ടി കോൺടെസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ചെവിയ, എന്റെ പെർഫ്യൂം. മത്സരം ആരംഭിച്ചു. ഓ, എന്റെ പെർഫ്യൂം എവിടെയെന്ന്? മത്സരം ആരംഭിച്ചു. എന്റെ മനസ്സിൽ ഒരു നാണം. രണ്ടുപേരും വാശിയേറിയ മത്സരത്തിലാണ്. എന്തിനാ ഇവര് രണ്ടുപേരും ഒരുപോലെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇതിലാരാ സുന്ദരിയെന്ന് കണ്ടുപിടിക്കാൻ ജഡ്ജിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓ നോ, സിനിയുടെ വാലിളകി താഴെ വീണു. സിനി നിന്റെ വാലിളകി താഴെ പോയി നോക്ക്. ഓ, വാചകം അടിച്ചേക്കാൻ മതി. ഇനി ലഞ്ച് ടൈം. ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഏതെങ്കിലും ഭംഗിയുള്ള പെണ്ണ് വന്നിരുന്നെങ്കിൽ അവളോടൊത്ത് ആഹാരം കഴിക്കാമെന്നാ വിചാരിച്ചത്. ഇതല്ല ഒരുമാതിരി. ജഡ്ജസ് 3 പേരും ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ മനോഹരമായ ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ വിജയം ആരാണെന്ന് വെച്ചാൽ സിനി, പെട്ടെന്ന് ഇതിൽ വന്ന് കേറ്, നമുക്ക് രക്ഷപ്പെടാം. ഓക്കേ മോബി, ആ പാറയെ റിലീസ് ചെയ്. എന്താ ഈ പറക്കുന്നത്? സ്പീഡിലാണ് പോകുന്നതെന്ന് മനസ്സിലായി സിനി. പക്ഷെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഭയങ്കര ചൂട്. ജനൽ എങ്ങനെയാ തുറക്കുന്നത്? ഓ സാരല്ല, ആ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ജയിച്ചതിന് ശേഷമാണല്ലോ ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വെയിറ്റർ ഒന്നും ഉണ്ടാവില്ല. എന്തിനാ കിടന്ന് വിളിക്കുന്നത്? ഇതെന്താ 5 സ്റ്റാർ ഹോട്ടലാന്ന് വിചാരിച്ചോ? കുറെ കാലമായില്ലേ എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? ഇതൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ? ഇതാ കണ്ടോ, സമാധാനത്തില് എന്നെ പോലെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കണം. ആരെങ്കിലും ആഹാരം കൊണ്ടുവാ. ഇതാ വരുന്നു, കുറച്ച് സമാധാനമായി ഇരിക്കൂ. ഇത്രയും പേര് ഒരുമിച്ച് വന്നാൽ ഞാൻ എങ്ങനെ സപ്ലൈ ചെയ്യും? അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളടുത്ത് എന്താ ഉള്ളതെന്ന് ആദ്യം പറ. കത്രിക്ക സൂപ്പ്, ക്യാരറ്റ് സാമ്പാർ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ലേഡീസ് ഫിംഗർ ചിപ്സ്, കൊട്ടത്തേങ്ങ തോരൻ. ഇവ മെനു പറയണ ചീത്ത വിളിക്കണ. സിനിക്ക് എന്താ തോന്നുന്നു? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് ചീര സൂപ്പ് കൊണ്ട് തരുമോ? ഓ അത്രേ ഉള്ളൂ, അതിപ്പോ കൊണ്ടുവന്ന് തരാം. സൂക്ഷിക്കാം. ഇത് സൂപ്പാക്കിയാൻ കഴിച്ചാൽ മതി. അധിക പ്രസംഗം കാണിക്കരുത്. സൂപ്പ് ചോദിച്ചാൽ സൂപ്പ് കൊണ്ടുവരണം. സൂപ്പ് ചോദിക്കണവന് സൂപ്പ് ഉണ്ടാക്കാൻ അറിയണം, അല്ലാത്തോ മിണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ പോളിസി. ചീരയെങ്കിൽ ചീര, എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ കീര ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കുന്നുണ്ട്. താറാവ് കീര കഴിച്ചു കഴിഞ്ഞു.
അടുത്തത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മച്ചി വന്ന് തന്നെ എല്ലാം പറഞ്ഞു തരണം. വരുമോ അമ്മച്ചി? ഞാൻ വരുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിതാ വരുന്നു. നീ ഒരുപാട് ചിന്തിക്കണ്ട. വളരെ നന്ദി. നന്ദി. ഇവരോ ചിന്തിക്കില്ല, ചിന്തിക്കുന്നവരോട്ട് ചിന്തിക്കാൻ വിടുകയുമില്ല. നല്ല വീരത്തി. ഹലോ ഹലോ. ഓ, നീ എന്തിനാ ഫോൺ എടുത്തത്? ഞാൻ നിന്നെയല്ലേ വിളിച്ചത്. വെക്കടാ. ആരവിടെ? അവിടെ ആരും ഇല്ല, പിന്നെ എന്തിനാ വിളിച്ച് ചോദിക്കുന്നത്? സപ്ലയർ ബിസി ആയിരിക്കും. വരുമ്പോ ചോദിക്ക്, ധൃതിപ്പെടാതെ. ഇത്ര വലിയ മണി അടിച്ചിട്ട് അയാൾ കേട്ടില്ലെങ്കിൽ അയാളെ ചെവി ഡാമേജ് ആയിരിക്കും. നല്ലൊരു പൊട്ടനുമായിരിക്കും. അയ്യോ, എല്ലാം പോയി. ഇവിടെ ആരോ വന്നിരിക്കുന്നു. ഇവിടെ ആരോ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കിച്ചണിനകത്ത് ആരോ കയറിയിരിക്കുന്നു. പാവ, ഇവരാണെങ്കിൽ വിഷം തിരിക്കുകയാ. അയ്യോ, ഇവർക്ക് എന്തെങ്കിലും കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ എന്താ കഴിക്കുന്നത്? നിങ്ങൾക്ക് ആര് എന്താ തന്നത്? എനിക്ക് ആര് തന്നു എന്നുള്ളതല്ല വിഷയം, എനിക്ക് എന്ത് തന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കിതൊരു വിശപ്പ് മാറിയിട്ടില്ല. ഭയങ്കര വിശപ്പ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അകത്ത് പോയി കഴിച്ചോളാം. കാരണം ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ, അയാൾ ആഹാരം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. പച്ചക്കറികളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അല്ല, നിങ്ങൾ ആഹാരം ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ കയറി ഇരിക്കുകയാണ്. ആരാ നിങ്ങളെ കെട്ടിയിട്ടത്? അതുകൊണ്ടാണ് നിങ്ങൾ ആഹാരം ഉണ്ടാക്കാത്തത്. ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. അല്ല, നിങ്ങൾ ആരായി കെട്ടിയിട്ടത്? കുറച്ചു മുൻപ് ഫാൽക്കൻ ഇവിടെ വന്ന് എന്നെ കെട്ടിയിട്ടിട്ട് പുറത്തേക്ക് പോയി. അതിരിക്കട്ടെ, ആ ഗ്യാപ്പിൽ താറാവിന് എന്തോ കഴിക്കാൻ കൊടുത്തിരിക്കുന്നു. അവർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാന്ന്. ആ ഇല അല്പം കഴിച്ചാൽ തന്നെ വിശപ്പ് താങ്ങാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ പിന്നെ മുഴുവനും കഴിച്ചാലോ? ഓ, ഇനി ഈ താറാവിന് മറുമരുന്ന് കൊടുത്താലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. അതുവരെ അവളുടെ വിശപ്പിന് ആഹാരം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അയ്യോ, ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞ് നീ എന്റെ ദേഹത്ത് കൈവയ്ക്കുമെന്തോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ എന്നെ പൊരിച്ചു കളയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചെവിയ. നീ വെറുതെ പേടിക്കാതെ. അല്ലേ ജോളി? ദാ ഇവിടെയുണ്ട്. അതിനുള്ള പരിഹാരം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദാ വായിച്ചു നോക്ക്. ഇതിൽ മറുമരുന്നിനെ കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെയ്തോളൂ. തെറ്റു വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഒറ്റമൂലി കൊണ്ടുവന്ന് കൊടുക്കുന്നത് വരെ അവൾക്ക് വിശപ്പ് അധികമായിരിക്കും. നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആപത്താണെന്ന് പറയൂ. ഞാൻ ഉള്ളപ്പോ സിനി ആരെ ഒന്നും ചെയ്യില്ല. കാരണം അവക്ക് എന്നെ പേടിയാ. അയ്യോ, ദേഷ്യം കുറച്ച് കൂടുതലായി പോയി സിനി. ഇതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ വഴി പോയാലാണ് നമുക്ക് ഒറ്റമൂലി കിട്ടുന്നത്. വരൂ. മറുമരുന്ന് തേടി പോയിരിക്കുകയാണ് ഫാൽക്കൺ. ഇതാണ് പറ്റിയ സമയം. ആ മാന്ത്രിക ബുക്ക് നമുക്ക് കൈക്കലാക്കണം. ആ മാന്ത്രിക ബുക്ക് നമ്മുടെ കയ്യിലെത്തണം. അത്രയല്ലേ ഉള്ളൂ. സൂക്ഷിക്കണം. പ്ലാൻ എങ്ങാനും പൊളിച്ചിട്ട് ഇവിടെ വന്ന് വലിച്ചു കീറി വെക്കും ഞാൻ. പോയിട്ട് വാ. ഈ ആറ്റിന്റെ അടുത്തുള്ള ഒറ്റമൂലി എടുത്തുകൊണ്ടുപോയി കൊടുത്താലേ അവർക്ക് മറുമരുന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്ങനെ എടുക്കും? ഇവിടെ ഒരുപാട് വള്ളികളും ഇലകളും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമുക്ക് താഴെ ഇറങ്ങാം. ശരിയല്ലേ മോബി? പക്ഷെ നിങ്ങൾക്ക് മേലോട്ട് വരാൻ പറ്റൂല. അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കഴിച്ചോളൂ സിനി, ഇതെല്ലാം നിനക്കുള്ളതാ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? വിശക്കുന്നു പറയുമ്പോ കുറച്ച് കൂടുതൽ എടുത്തോണ്ട് വരണ്ട ചെവിയാ. ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്ക്. ഒന്നും ശരിയാവില്ല. നീ പോയ മാന്ത്രിക ബുക്ക് എടുത്തോണ്ട് വാ. ഒന്ന് പോയേച്ചി. നിങ്ങൾ പെട്ടെന്ന് മന്ത്ര ബുക്ക് എടുത്തോണ്ട് തരാൻ പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്തോണ്ട് തരാനാ? എന്റെയിലും ഇല്ല. മറുമരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ വിശപ്പ് മാറുകയുമില്ല. എന്നാൽ നിന്റെ വയറിലാണെങ്കിൽ സ്ഥലവും ഉണ്ടാകില്ല. നീ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കും. അപ്പൊ നിന്റെ സൗന്ദര്യവും പോവും. എന്റെ സൗന്ദര്യത്തിനൊന്നും ഒന്നും സംഭവിക്കില്ല. എന്നെ ടെൻഷനാക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ നിങ്ങള്? ഞാൻ പോയാൽ നീ ഒരുപാട് ദുഃഖിക്കും. അതെന്താ? ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നീ എന്ത് വരം ചോദിച്ചാലും ഞാൻ തരും. വരം കൊടുക്കാൻ നീ ആര്? കപട സന്യാസിയാ. വെറുതെ സിനിക്ക് വരം കൊടുക്കല്ലേ, അവസാനം അനുഭവിക്കും. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഒറ്റമൂലി കൊണ്ടുവരാൻ പോയിരിക്ക. അല്ല ചെവിയാ? അല്ല, അവർക്ക് എപ്പോ വരും ചെവിയാ? നീ ആവിശ്വാസത്തിലായിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അവര് വരാനേ പോകുന്നില്ല. അതെങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്? അപ്പൊ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടാവും. കറക്റ്റ്. ഇതൊക്കെ ചതിയാണ്. ഇല്ല, നിന്റെ വിധി. ഒറ്റമൂലി കഴിച്ചാൽ പിന്നെ ഒരിക്കലും നീ അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കാതെ ഞാൻ പിന്നെ ഡാൻസ് ചെയ്യും. അവരങ്ങനെ പലതും പറയും സിനി. വീരവാദത്തിന്റെ ആവശ്യമില്ല. ആ മാന്ത്രിക ബുക്ക് എനിക്ക് താ. ഞാൻ പകരം മറുമരുന്ന് നിനക്ക് തരാം. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് താഴെ പോകാം. നീ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും. ഞാൻ താഴെ പോയി ഒറ്റമൂലി എടുത്തോണ്ട് വരാം. താഴെ പോകുന്നത് വരെ അനങ്ങരുതേ. അനങ്ങിയാൽ ഇത് പൊട്ടിപ്പോകും. ഒറ്റമൂലി കിട്ടി മോബി. എന്നെ വേഗം നീ മുകളിലേക്ക് കൊണ്ടുപോ. അത് നടക്കില്ല. ഇനി ഒരുപക്ഷെ നിനക്ക് വിശപ്പ് വന്ന ആ ഒറ്റമൂലിയും കഴിച്ചോണ്ട് നീ അവിടെ കഴിഞ്ഞാ മതി കേട്ടാ. നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല മോളെ. എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ? കലക്കിയില്ലേ? കൊള്ളാലോ. ഞാൻ പറഞ്ഞതുപോലെ നീ മാന്ത്രിക ബുക്ക് എടുത്തോണ്ട് വന്നല്ലോ. ദാ, എന്നാ പിടിച്ചോ. നിങ്ങൾ ഇത് എടുത്തോളൂ. എന്റെ ഫ്രണ്ട്സ് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. വേണ്ട സിനി, നീ അത് കൊടുക്കരുത് അവരുടെ കയ്യിൽ. ആരാത്? നീയോ? ഛേ, നീ വന്ന് എല്ലാം കുളവാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത്തവണയും എല്ലാം നശിച്ചു.
ഒറ്റമൂലി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മറുമരുന്ന് തയ്യാറാക്കാലോ, അല്ലേ? മറുമരുന്ന് ഉണ്ടാക്കണ്ട, ആ കാക്ക തന്നെ അതിവിടെ ഉപേക്ഷിച്ചു പോയി. ദാ കണ്ടില്ലേ? ഞാനത് നിനക്ക് തന്നതിന് കാരണമുണ്ട്, അതിനുള്ളിൽ വിഷമാണ്. അത് കുടിക്കരുത്. അത് കുടിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു നന്മ ഉണ്ടാവില്ല. ആ മന്ത്രവാദിക്കൊക്കെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒറ്റമൂലി കഴിച്ചാലേ താറാവിന്റെ എല്ലാ അസുഖങ്ങളും മാറുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് കൊടുക്ക്, സിനിക്ക് ഭേദാവട്ടെ. ഇതില് എന്റെ സ്പെഷ്യൽ ടച്ചൊക്കെ കൊടുക്കാം, എന്നാലേ സിനി ഞാൻ പറയുന്നത് കേട്ട് വീണ്ടും എന്നെ അടിക്കൂ. കുടി. ചെവിയൻ നടത്തുന്ന സർക്കസിന് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതാ ചെവിയൻ നിങ്ങൾക്കായി ഭയങ്കരമായൊരു പെർഫോമൻസ് നടത്താൻ പോന്നു. കണ്ടാ ഞാൻ നിന്നോട് ബോറടിക്കുന്നു പറഞ്ഞു, നീ പിന്നെ എന്തിനാ ഇങ്ങനെ ബോറടിപ്പിക്കുന്നത്? എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു ജോളി. വളരെ അടുത്ത് തന്നെ നമുക്ക് ഈ ബബിള് നഷ്ടപ്പെടും. പിന്നെ എങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തു ചെയ്യും ജോളി? നമുക്കിനി ഒരുപാട് ജോലിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഇതുപോലൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. വിഷമിക്കാതെ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് വിചാരിച്ച് വെറുതെ ഫീൽ ചെയ്യാതെ. ഈ പറയുന്നതും ശരി തന്നെയാണ്. ഇപ്പോഴിതാ ആകാശത്ത് നിന്ന് അഭ്യാസം നടത്താൻ പോകുന്നു. നിനക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിച്ചാ കുഴപ്പമില്ലായിരുന്നു. ചിറകില്ലാത്തോണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. അയ്യോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ഒന്ന് വാടെ നോയിക്കൊണ്ടിരിക്കാതെ. കയറ് പിടിച്ച് പതുക്കെ മുകളിലോട്ട് വാ. അയ്യോ സിനി, എങ്ങനെയുണ്ട്? ഞാൻ താഴെ വീഴുന്ന പോലെ കാണിച്ച് മോളി കയറി വന്നത് കണ്ടാ? കണ്ടടാ, നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. അത് ആലോചിച്ച് നീ വെറുതെ വിഷമിക്കല്ലേ. നീ എന്നെ ആശ്ലേഷിക്കാൻ പോവേണോ? കൂടുതലാ നിനക്ക്. നിങ്ങൾ വിഷമിക്കണ്ട. ചെവിയനെ ഞാൻ അതിനകത്ത് തള്ളിയിട്ടെങ്കിലും കയറിന്റെ ഒരറ്റം ഞാൻ അവന്റെ കാലിലും ഒരറ്റം ഞാൻ മരത്തിലും കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി അവൻ കോമഡി കീമഡി എന്നും പറഞ്ഞു വന്നാൽ ഇതായിരിക്കും അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ. എങ്ങനെയുണ്ട്? അയ്യോ, ശരി ശരി, വരൂ. കളിച്ചതൊക്കെ മതി. നമുക്ക് മുത്തന്വേഷിച്ച് പോണ ഒരുപാട് സമയമായി. വേഗം വേഗം വരൂ. ഈ തങ്കു എവിടെ പോയിരിക്കുന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. എങ്ങനെ? ഞാനിപ്പോ സുന്ദരനല്ലേ? ഇതാണിപ്പോ പ്രധാനപ്പെട്ട വിഷയം. പെറ്റ് പാൽസ് പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അവരെ തടയണം. മുത്തവർ ഇപ്രാവശ്യം നേടാൻ പാടില്ല. അതെങ്ങനെ തടയണമെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാൻ നോക്ക്. മണ്ടത്തരം കാണിക്കരുത്. ചെയ്യേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യല്ലേ? ശരി, ഞാൻ വ്യത്യസ്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പെറ്റ് പാൽസിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ പല ദിവസം ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഇത്തവണ എന്റെ പ്ലാൻ ഞാൻ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ പോവുകയാണ്. ഇത് കള്ളം പറയുന്നവരെ കണ്ടുപിടിക്കുന്ന ശിലയാണ്. അതിന്റെ വായിൽ കൈവച്ചിട്ട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ഇത് ഉടനെ കടിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കള്ളം പറയുന്നവരെ പിടിക്കാൻ വേണ്ടി പണ്ട് തലനിറച്ചവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേലയാണ്. നീ വേണമെങ്കിൽ ഞാൻ വളരെ സുന്ദരിയാണെന്ന് അതിനോട് പറഞ്ഞു നോക്ക്. അത് നിന്നെ കടിക്കേയില്ല. സിനിയുടെ കാലിന് നീളം, കഴുത്തിന് നീളം, വായാണെങ്കിൽ മനുഷ്യൻ കണ്ടാ സഹിക്കില്ല. കണ്ടില്ലേ സിനി, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ഇതെന്നെ കടിച്ചതേ ഇല്ല. മോബി പറഞ്ഞത് വളരെ സത്യമാണ്. മോബി പറഞ്ഞത് സത്യമൊക്കെ ഉള്ളൂ. പക്ഷെ നീ എന്തിനാ എന്നെ കുറിച്ച് കമന്റ് അടിച്ചത്? ഓ, നിങ്ങളാണോ? ഇങ്ങോട്ട് വരൂ. ഇത്തവണ നിങ്ങൾക്ക് വളരെ കഠിനമായ ഒരു ചലഞ്ചാണ് നേരിടാനുള്ളത്. ഈ കാട്ടിലുള്ള സബീന എന്ന പെൺപുലിയെ രക്ഷിക്കണം. ഇവിടെ പുലികളെ ആക്രമിക്കുക പതിവാണ്. അതുകൊണ്ട് നിങ്ങൾ പുലിവേഷം കെട്ടണം. പുലിയുടെ വേഷം കെട്ടിയാൽ എന്നാലേ നിങ്ങളിൽ ഒരാൾക്ക് ജയിലിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ സബീനയെ രക്ഷിക്കാം. അത് മാത്രമല്ല, മന്ത്രക്കാക്കയെ തോൽപ്പിച്ച് നിങ്ങൾക്ക് ആ മുത്ത് കൈക്കലാക്കണ്ടേ? നിങ്ങളുടെ കടമ നിങ്ങൾക്ക് നിർവഹിക്കണ്ടേ? എന്തു പറയുന്നു? നിങ്ങൾ അലസത കാണിച്ചാൽ കാക്ക ജയിക്കും. ആ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ കിട്ടിപ്പോയി. നമ്മൾ ആരും കാണാതെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറണം. എങ്ങനെയോ സബീന എന്റെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞു. പല രാജ്യക്കാരും അവളെ കിട്ടാനായി മത്സരിച്ച് നടന്നതാണ്. അവസാനം ഞാൻ തന്നെ ജയിച്ചു. എനിക്കിനി എതിരാളികളേയില്ല. അത് വ്യക്തമായിട്ട് അറിയാമോ? എന്താ അതിലെന്താ സംശയം? എന്താ അങ്ങനെ ചോദിച്ചത്? ഇങ്ങോട്ട് വാ. എന്താണെന്ന് വെച്ചാൽ ആ പെറ്റ് പാൽസ് ഈ നഗരത്തിനുള്ളിൽ വന്നിട്ടുണ്ട്, സബീനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി. എന്ത്? എന്നെ തോൽപ്പിച്ചവർ സബീനയെ തട്ടിക്കൊണ്ടു പോകുമോ? എന്നാൽ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം. ഈ വാശി നല്ലതാണ് ന്യൂറോ. അപ്പൊ എനിക്ക് നീ പെറ്റ് പാൽസിന്റെ ശല്യമേ ഇല്ല. ഉറപ്പായിട്ട് ഞാൻ തന്നെ ചെയ്യണോ സിനി? ആ കാവൽക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ഈ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ പുലിവേഷം കെട്ടി ഈ നഗരത്തിനുള്ളിൽ ചുറ്റ്. നിന്നെ ഞാൻ വിശ്വസിച്ചോട്ടെ സിനി. പുലി പോലെ അലറടാ. എടാ, പൂച്ചയെ പോലെ വിളിക്കാതെ പുലിയെ പോലെ ഉറച്ച അലറ്. അയ്യോ, എന്നെ പുലി ആക്രമിക്കുന്നു. ആരെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തൂ. കാവൽക്കാരാ, ആ കാവൽക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ.
അവിടെ ഒരു പുലിയുടെ ശബ്ദം കേൾക്കുന്നു. നമുക്കതിനെ പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയാൽ മതിയോ? വാ, നമുക്ക് പെട്ടെന്ന് ഓടാം. താറാവേ, പുലി എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുലിയുടെ നിറം വെള്ളയാണോ ചേട്ടാ? അവന്റെ പുറത്ത് കറുത്ത വരയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സീബ്ര. നമ്മൾ അന്വേഷിക്കുന്നത് പുലിയാണ്. ഇത് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് കേട്ടാ. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും. ഓ, ഓറഞ്ച് കളറിലെ ശരീരത്തിൽ കറുത്ത പുള്ളിയുള്ളത് അതല്ലേ പുലി? അതെ, അത് തന്നെ. ആ പുലി എങ്ങോട്ടാ പോയത്? ഇങ്ങോട്ട് പോണ പോലെയാ തോന്നിയത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോ ഇങ്ങോട്ട് പോയതുപോലെ തോന്നി. എനിക്കാകെ ഡൗട്ടായിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ. വരൂ വരൂ, വാ. നമുക്ക് എല്ലാവർക്കും ആ പടി ഇറങ്ങിപ്പോവാം. അവിടെയാണ് കാവൽക്കാർ കുറവുള്ളത്. നീ വിഷമിക്കേ വേണ്ട. ചെവിയൻ ആ കാവൽക്കാർക്ക് പിടികൊടുക്കേയില്ല. അവൻ മുയലല്ലേ, വേഗം ഓടി രക്ഷപ്പെട്ടോളും. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പതുക്കെ ഓടുന്ന പുലി ഇത് തന്നെയാണ്. അണ്ണാ, ഞാൻ പുലിയല്ലെന്ന മുയലാണ്. ആരെ പറ്റിക്കാനാ നീ നോക്കുന്നത്? കുറച്ചു നേരം മിണ്ടാതിരിക്കെ. ഇതിനെ നമുക്ക് പുലിയുള്ള ഗുഹയിൽ കൊണ്ടുപോയി തള്ളാം. ഇത് പുലിയാണെങ്കിൽ അവരൊക്കെ ഫ്രണ്ട്സ് ആയിക്കൊള്ളും. മുയലാണെങ്കിൽ പുലികളുടെ വിശപ്പകറ്റാൻ അത് ഇരയായി തീരും. അണ്ണാ, സത്യമായിട്ട് ഞാൻ പുലിയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. എന്നെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഹേയ് സബീന, ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാണ്. നിന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാ വന്നത്. വലിയ സന്തോഷം. നമ്മുടെ സൈനികർ ഏതോ പുലിയെ പിടിച്ചു എന്ന് പറയുന്നു. എനിക്കെന്തോ സംശയം തോന്നുന്നു. എന്തായാലും വരാൻ പറയൂ. ആ പുലിയെ ഇവിടെ കൊണ്ടുവരൂ. നീ എങ്ങനെ രക്ഷപ്പെടും നമുക്കൊന്ന് കാണണം. സംശയമേ ഇല്ല. ഈ വന്നിരിക്കുന്നത് ആ മുയലാണ്. കോസ്റ്റ്യൂമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആളെ മനസ്സിലാക്കാൻ പറ്റി. ഇവനെ പിടിച്ച് അടച്ചിടുകയാണെങ്കിൽ അവന്മാരെല്ലാം ഇവിടെ എത്തും. മഹാരാജൻ ഇവനെ വിട്ടുകളയരുത് കേട്ടോ. നമ്മുടെ പുലികളെ തുറന്നുവിടൂ. ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അയ്യോ, ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ. ഞാനും പുലി തന്നെയാണ്. അച്ഛൻ പുള്ളിപ്പുലി, അമ്മ വള്ളിപ്പുലി, അപ്പൂപ്പൻ തല്ലിപ്പുലി, പിന്നെ ഞാൻ പുലി. നീ പുലിയാ? പുലി എന്ന് പറഞ്ഞ് നീ വെറുതെ ഞങ്ങൾ അവമാനിക്കാതെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു പുലിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ അപമാനിക്കാൻ ഒരുക്കമല്ല. നമുക്കൊരു കോംപ്രമൈസിലെത്താം. നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്യാരറ്റ് തരാം. കണ്ടാ, ഞാനാണ് മുയൽ. പക്ഷേ ഞങ്ങൾ പുലികളാണ്. അയ്യോ പുലിയണ്ണന്മാരെ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യില്ല. ആരെങ്കിലും ഒന്ന് ചെവിയന്റെ ശബ്ദം രക്ഷിക്കണേ. കേൾക്കുന്നു. അവൻ എവിടെയോ അകപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് അവനെ രക്ഷിക്കണം. ചെവിയനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാരും ഒന്ന് സമാധാനമായിട്ടിരിക്കേ കേട്ടോ. അയ്യോ പിടിക്കല്ലേ, ഓടി വരട്ടെ, രക്ഷിക്കണേ. ആ പുലി എങ്ങനെ വിരട്ടുന്ന നോക്ക്. തീർച്ചയായിട്ടും ആ പുലി തന്നെ ജയിക്കും. ആ പുലി ജയിക്കൂല, മുയലേ ജയിക്കൂ. എത്ര രൂപ ബെറ്റ്? ജയിക്കുന്നവർക്ക് ഞാൻ മുയലിന്റെ കറി വെച്ച് തരും. എങ്ങനെയുണ്ട്? നീ സംശയിച്ചത് ശരി തന്നെയാണ്. പെറ്റ് പാൽസ് അകത്തെത്തിക്കഴിഞ്ഞു. അവിടെ നിൽക്കേ. തള്ളേ പുലി നിന്ന്. ഈ പെറ്റ്പാൽസിന്റെ കഥ ഇന്നത്തോടെ കഴിയും. നല്ല കെണിയിലാ പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മൊത്തം 7 പേരുണ്ട്. ആ പുലികൾ 2 ഉള്ളൂ. നിങ്ങളെ ആരാ കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത്? വരൂ വരൂ. രാവിലെ ഞാൻ ആരെയാ കാഴ്ച കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പുലിയെ കണ്ടാലേ ഞാൻ ഓടും. ఇప్పుదా 4 పులి నిల్కొന്നു ഇവിടെ. వేళ నువ్వు కట్టిన వారధి విరిగిపోతే? ఒకవేళ వారధి విరిగిపోతే నేను అన్నిటినీ వదిలేస్తాను. നിനക്ക് 3 പേര്, എനിക്ക് 3 പേര്. ഓക്കെ ഇത്രയും. ആഹാ, സൂപ്പർ മഞ്ഞകളി. വള എന്ന് സംസാരിക്കാതെ മത്സരം തുടങ്ങാൻ നോക്ക്. പുലികൾക്ക് നമ്മൾ എന്താ മെഡലാണോ കൊടുക്കാൻ പോകുന്നത്? ആ പെറ്റ് പാൽസിനെ കൊന്നു തിന്നാൻ പറയൂ പെട്ടെന്ന്. നല്ല സമയം. ഇത്തവണ നമ്മളെ ഗോതയിലേക്ക് ഇറക്കി വിട്ടതേ. മാതിരി തങ്കു, അവര് കേൾക്കേണ്ട അവിടെ 4 പുലികളുണ്ട്. കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ പോയി ആ പെറ്റ്പാൽസിനെ വരട്ട്. ഇവിടുന്ന് ഓടിക്കോ. സന്തോഷമായോ തങ്കു? ആയി കുട്ടപ്പ, നമുക്ക് ഓടിക്കാം, വാ. ഓ, നിങ്ങൾ വന്നോ? ഇത്ര നേരം എന്താ നിങ്ങളെ കാണാത്തെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് എത്തിയല്ലോ. ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം മഞ്ഞകളി. ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാൻ മഞ്ഞക്കിളി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നെന്ന് നീ നോക്ക്. ഇതിനെ തിന്നാൽ വായിലൊട്ടാനുള്ളതേ ഉള്ളൂ. വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ അറ്റാക്ക് ചെയ്യാമോ? ആർക്ക് കിട്ടുകയാണെങ്കിലും അതിന്റെ പകുതി. എന്തരോ എന്ത്, ഇതെല്ലാം കഴിയുമ്പോ നമ്മളൊരു പരുവാവും തോന്നുന്നു. നമ്മളെന്ന് പറയാതെ തങ്കു, ഞാനൊരു വീരനാണ്. അടിപൊളി മഞ്ഞക്കിളി. എല്ലാവരും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വേഗാവട്ടെ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്.
കണ്ടില്ലേ, അവര് പിന്നെയും ജയിക്കാൻ പോകുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും വേസ്റ്റ് ആയി പോയല്ലോ. 4 പുലികൾ ഉണ്ടായിരുന്നിട്ടും ഒരു ഗുണവുമില്ല. പിന്നെ നിന്നെയൊക്കെ എന്തിനാ പുലി എന്ന് പറയുന്നത്? ഇതാ ഞങ്ങൾ സബീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, വളരെ നന്നായി. നിങ്ങൾ വളരെ കടുത്ത ഒരു മത്സരം കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തും നേരിടാൻ കഴിയും. വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഞങ്ങളുടെ ടീമിനെ മുത്തുക. അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സബീനയെ രക്ഷിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. അതും ഞാൻ സിനിയുടെ കയ്യിലേക്ക് കൊടുക്കൂ. കാരണം അത് നിനക്കാണ് കൂടുതൽ മാച്ച് ആവുന്നത്. കണ്ടോ, നിങ്ങൾ ചെയ്ത ജോലിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരേണ്ടതാണ്. പക്ഷെ എന്റെ അടുത്ത് ഒരു കിരീടമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് സിനിക്ക് സമ്മാനമായി നൽകുന്നു. വാങ്ങിക്കൊള്ളൂ. ഞാൻ സബീനയെ ഈ നാട്ടിലെ രാജകുമാരിയാക്കാനാണ് കടത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോ ആ പെറ്റ്പാൽസ് അവളെ രക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ നാട്ടിൽ രാജകുമാരി ഇല്ല. എന്റെ വയറ് കാത്തുന്നേ. ഓ ഓ ഓ, വയറല്ലേ കത്തുന്നു എന്ന് പറഞ്ഞത്? അതിനാണോ ഈ ഫയർ എഞ്ചിൻ? പെറ്റ്പാൽസും പോയി, എന്റെ സബീനയും പോയി. ആ വൃത്തികെട്ട കാക്കയെ കിട്ടിയിരുന്നെങ്കിൽ. ഇനി നടക്കാനുള്ളതൊക്കെ നന്നായിട്ട് നടക്കും. എന്റെ ആശംസകൾ. ഇത് ഞങ്ങൾ നേരത്തെ ഒരുപാട് കേട്ടിട്ടുള്ളതാ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഇതാ ഈ മുത്ത് പതുക്കെ എടുത്തോളൂ. ഈ മുത്ത് ഞങ്ങളുടെ കയ്യിൽ വരാൻ കാരണം നീയാണ്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട്. ഈ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നിങ്ങളാ കാരണക്കാരായത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. ഓ, അതിലവൻ വീണു. ഇനി 3 ദിവസത്തേക്ക് ഇവൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരയ്ക്കും നമ്മൾ 24 മുത്തുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനിയും 2 മുത്തുകൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിലേ മിഡിൽ വുഡ്സിനെയും അവിടെയുള്ള മൃഗങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ മാന്ത്രിക കാക്ക എല്ലാം നശിപ്പിക്കും. അപ്പൊ ആകെ എത്ര ദിവസമായി കാണും? 3 പൗർണമി. അപ്പൊ എത്ര പൗർണമി കടന്നിട്ടുണ്ടാവും നമ്മൾ? 2.5 പൗർണമി കഴിഞ്ഞോ? അപ്പൊ ഇനി 1/2 പൗർണമി ഉണ്ടല്ലോ. വിഷമിക്കാതെ, ഇനി 2 ഉള്ളൂ. അത് നമുക്ക് കണ്ടുപിടിക്കാന്നേ. മാന്ത്രികക്കാക്കെ വിജയിക്കാൻ വിടില്ല. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ പെറ്റ്പാൽസ് നേരെ ഇങ്ങോട്ടാ വരുന്നത്. നിങ്ങൾ രണ്ടുപേരും റെഡിയായിരുന്നോണം. ഇത്തവണ അവർക്ക് മുത്ത് ലഭിക്കാനേ പാടില്ല. ജാഗ്രതയായിരിക്കെ. വിഷമിക്കണ്ടെന്ന് ഞങ്ങൾ പറയും, പക്ഷെ അവസാനം തുടക്കത്തിലെ അപശകുനം പറയാതെ ഇത്തവണ നല്ലത് തന്നെ നടക്കും. പെറ്റ്പാൽസിന് മുത്ത് കിട്ടില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ഞങ്ങൾ രണ്ടുപേരും വളരെ സിൻസിയറായിട്ട് പ്രവർത്തിച്ച് പെറ്റ്പാൽസിനെ തടഞ്ഞ് മുത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നത്. ആവേശം കൊള്ളാം. ഈ ആവേശം നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ മുത്തിപ്പോ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നേനെ. അതെല്ലാം പോട്ടെ, സമയം ഇപ്പോഴും വൈകിട്ടില്ല. ബാക്കി 2 മുത്തെങ്കിലും നമ്മുടെ കയ്യിൽ വന്നു ചേരണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതിന് തക്ക ബഹുമതിയും ഞാൻ നൽകാം. ഈ മാന്ത്രിക കാക്കയ്ക്ക് വേറെ ജോലിയില്ലേ? നമ്മൾ പോകുന്നിടത്തെല്ലാം വരും. നമ്മളെ പോലെ തന്നെ അവർക്കും മുത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വരുന്നത്. ശരിയാ, മുന്തിരി കണ്ട കുറുക്കനെ പോലെ ഇങ്ങനെ ഓടല്ലേ, ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടും. കണ്ട, ആനയ്ക്ക് അലങ്കാരമൊക്കെ ചെയ്ത് പൂമാല ഇട്ട് വച്ചിരിക്കുന്നത്. ഇതിനെതിരാണ് പൂമാല. അത് കണ്ടോ, നമുക്ക് ഉപദേശം തരാനായിട്ട് ആ പക്ഷി എത്തിച്ചേർന്നിട്ടുണ്ട്. വാ, അതിനടുത്ത് പോ. എല്ലാവരും ആ മുത്തെടുക്കാനല്ലേ വന്നിരിക്കുന്നത്? അതെ, അതിനെന്താ ഇത്ര സംശയം? മുത്തിനെ കുറിച്ച് പറയാൻ വേറൊരാൾ വരുന്നുണ്ട്. അയാൾ വരുമെന്ന് പറയാനാണ് ഞാനിപ്പോ വന്നത്. സംശയങ്ങളൊക്കെ അയാളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതിനാണെങ്കിൽ അയാൾക്ക് നേരിട്ട് വന്നാ പോരെ. ഇത് വേറൊരാൾ വന്ന് വെറുതെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നു. സംസാരിച്ച് വെറുതെ സമയം കളയുന്നതാണ് നിന്റെ ഏറ്റവും വലിയ വിനോദം. മര്യാദയ്ക്ക് താഴെ ഇറങ്ങ്. എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. നീ അവിടെ കയറി ഇരുന്നാൽ എന്നെ സഹായിക്കുന്ന ആരാ? ഒരുപക്ഷെ ചന്ദ്രൻ സിനിയുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ആ ചന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും? തലേ ചിന്തിക്കാൻ വയ്യ. ചന്ദ്രനല്ല, വേറെ ആരായിരുന്നാലും സിനി വായടപ്പിക്കും. നമ്മളിപ്പോൾ മുത്ത് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് എവിടെയുണ്ടെന്ന് ആരാ പറയാൻ പോകുന്നത്? ചെവിയാ, അനങ്ങാതെ നിക്കണേ. നിന്റെ പുറകിലൊരു വലിയ രൂപം. അത് വേറെ ആരുമല്ല, എന്റെ അടുത്തൊരു കുട്ടി ആന ഇരിക്കുന്നില്ലേ, അതിനെ സംരക്ഷിക്കാൻ വന്ന വലിയ ആനയായിരിക്കും. അതിനെ നമുക്ക് അനുനയിപ്പിച്ച് പറഞ്ഞു വിടാമേ. നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സംസാരിക്കേ. നിന്റെ പുറകെ നിൽക്കുന്നത് കോബ്രയാ. എന്തോന്ന് സിനി, അത് കോബ്ര ആയിരിക്കില്ല, സീബ്ര ആയിരിക്കില്ല തന്നെ അണ്ണ. ശാസ്താവേ, എന്നെ കണ്ടാരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിവരം തരാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മുത്തന്വേഷിച്ചല്ലേ വന്നിരിക്കുന്നത്? പക്ഷെ ഇത്തവണ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഭാവി പറയുന്ന ഒരു മന്ത്രവാദിയെ കണ്ടെത്തും. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കണോ? ശരി. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മോളെ, സിനി മോളെ. ഒരു നല്ല വാർത്തയുണ്ട്. ഇത്തവണ നമ്മൾ പെറ്റ്പാൽസിനെ തടഞ്ഞാൽ മതി. അതല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നു. അവരെ തടയാൻ ഒരു പുതിയ എതിരാളി ആവശ്യമാണ്. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. വാ. ഇതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടേ, വെളിയിൽ വാ.
ബാൻഡു പുറത്തേക്ക് വാടാ. ബാൻഡു എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ ചെറുതായിരിക്കോ അതോ വലുതായിരിക്കോ? ആ പെറ്റ് പാൽസിനെ തോൽപ്പിക്കാനുള്ളത് അറിയാലോ. അവൻ പുറത്തു വന്നാലേ ഇവരുടെ സംശയം തീരൂ. അവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ മാനം പോകും. അതിനകത്ത് കൈയിട്ട് അവൻ കൊത്തൂലേ? കൊത്തിയാലോ അത് നിന്നെയല്ലേ കൊത്തു. എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനെ വെളിയിൽ കൊണ്ടുവാ. എന്തിനാടാ ചിരിച്ചോണ്ട് കണ്ണു തള്ളുന്നേ? അവനെ വെളിയിൽ കൊണ്ടുവാ. പുറത്തുവാ. ആരാണത് ഉറങ്ങുമ്പോ വന്ന് സംസ്കാരമില്ലാത്ത കൂജയിൽ തട്ടുന്നത്? എവനാണോ നിങ്ങളുടെ ബാൻഡു? ഏയ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴാ വന്നത്? ആരായി കൂടെ നിൽക്കുന്ന കുട്ടിത്തേവാങ്ക്? കുട്ടിത്തേവാങ്ക് ഞാനല്ല, ദാ ഇവമാര് രണ്ടുവാ. എനിക്ക് വേണ്ടി നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. അതിനൊരു ബഹുമതി ഞാൻ നിനക്ക് തരും. എന്തു പറയുന്നു? ബഹുമതി ഒന്നും എനിക്ക് വേണ്ട. പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. വൃത്തികെട്ടാണെന്ന പേര് കിട്ടിയാൽ മാത്രം മതി. ഇത് വ്യത്യസ്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. കഥയില് പാത്രം ഉണ്ടാവണം, പക്ഷെ പാത്രത്തിൽ കഥയുണ്ടാവരുത്. എന്തൊക്കെയോ പിച്ചുമ്പേയും നീ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആ പെറ്റ് പാൽസിനെ നീ തടയണം. എപ്പ തടയണമെന്ന് പറഞ്ഞാ മതി. അവരെ നമുക്ക് ആവശ്യമുള്ള മുത്തെടുക്കാൻ വേണ്ടി വന്നു. വായടക്ക്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ശത്രുക്കൾ പെറ്റ് പാൽസ് വന്നുകൊണ്ടിരിക്കുക. അവരെ തടഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവര് ഭയങ്കര ബുദ്ധിശാലികളാണ്. നിങ്ങളും അല്പം സൂക്ഷിക്കണം. അവർക്ക് വേണ്ടി വല വിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങാതെ നോക്കുകയും വേണം. നീ വിരിച്ച വലയിൽ നീ തന്നെ കുടുങ്ങരുത്. ഉണർന്ന് പ്രവർത്തിക്കണം. ഓർത്തോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിപ്പോ അറിയേണ്ട കാര്യം അവരെങ്ങനെ ഇരിക്കുമെന്നാണ്. പറഞ്ഞു തരൂ. എല്ലാം 2 ഇഞ്ചും 3 ഇഞ്ചും ഒക്കെ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല. എല്ലാത്തിനും ഒറ്റ വായിൽ വിഴുങ്ങിക്കളയാം. നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവർക്കേ പറ്റുന്നില്ല, നിനക്കെങ്കിലും പറ്റുമോ? അടി എരന്ന് വാങ്ങിക്കണോ? യവൻ പറയുന്നത് നീ കാര്യമാക്കരുത്. പെറ്റ് പാൽസിന്റെ മുന്നിൽ നീ ഭാവി കാര്യം പറയുന്ന മന്ത്രവാദിയെ പോലെ അഭിനയിക്കണം. അതിനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ശരി, അത് ഞാൻ നോക്കിക്കൊള്ളാം. പോകുന്ന വഴിയിൽ ഭാവി പറയുന്ന മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ വലിയൊരു പാമ്പുണ്ട്. ഇനി അതായിരിക്കോ? അവിടെ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ചെവിയാ, അവര് ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ അതല്ല പ്രധാനം. അവര് രണ്ടുപേരും നമ്മൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് എന്നാ എനിക്ക് തോന്നുന്നത്. അവരെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാനിപ്പോ. നീ എന്നോട് പറഞ്ഞ പെറ്റ് പാൽസ് ഇവര് തന്നെയാണോന്ന് നോക്ക്. അവർ ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. ഇവിടം കടന്നു പോകാൻ അനുവദിക്കരുത്. മനസ്സിലായോ? അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇവരുടെ ഭാവി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്തോ. ഈ കാട്ടിൽ നിങ്ങൾ പുതുമുഖങ്ങളാണല്ലോ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അണ്ണാ, ഞങ്ങൾ ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വന്നതാണ്ണാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് മറ്റൊരു പരിപാടിയും ഇല്ല. ഞങ്ങളെല്ലാം ടൂറിസ്റ്റുകളാണ്. നീ ആരാണ്, ഏതൊക്കെ സമയത്ത് ഭാഷ മാറ്റും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. നിന്നെ പറ്റി എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ തടയാനായി ഞാൻ വന്നത്. നീ ആ സിനി തന്നെയല്ലേ? ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ എന്റെ പ്രശസ്തി കാടോളം വളർന്നിട്ടുണ്ടെന്ന്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ലോക പ്രശസ്തി നേടിയവളാണ്. നീയും ചെവിയനും കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും ഇപ്പൊ അകപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്? മിക്കവാറും ആ മാന്ത്രികാക്ക നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ശരി, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. മഞ്ഞക്കിളി എന്ത് പറയുന്നു? നമ്മുടെ മഞ്ഞക്കിളി ഒരു ഐഡിയ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാ നമ്മൾ നേരെ പോയി നമ്മുടെ ശത്രുവിനോട് തന്നെ വഴി ചോദിക്കണം. ഞങ്ങൾ വളരെ കഠിനമായ ഒരു കാര്യത്തിന്റെ ഉത്തരം തേടി വന്നിരിക്കുന്നവരാണ്. ഉത്തരവല്ലേ? അത് ഞങ്ങൾ പറഞ്ഞോളാം. സംശയം ചോദിച്ചു വരുന്നവർക്ക് നല്ല മറുപടി നൽകി നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാണ് നരി ചന്ദ്രനെ നോക്കി ഓരിയിടുന്നത്? അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. രണ്ടുപേരിൽ ആരാണ് പറയേണ്ടത്? പൂവോ തലയൊന്ന് ടോസ് ഇട്ട് നോക്കാം. പൂവും തലയൊക്കെ നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അഥവാ ഒരു കോയിൻ കിട്ടി നമ്മൾ ഇട്ട് നോക്കിയാൽ അത് മണ്ണിനടിയിലോ മറ്റോ പോയാലോ? അപ്പൊ പൂവാണോ തലയാണോ എന്ന് അറിയാനും പറ്റില്ല. നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും കിട്ടില്ല. വേറെന്തെങ്കിലും ഐഡിയ നോക്ക്. ശരി സിനി, അക്കരെ നിൽക്കും കൊക്കക്കോ, ഇക്കരെ നിൽക്കും കൊക്കക്കോ, കൊക്കക്കോ. ഉത്തരം പറഞ്ഞാ മതിയല്ലോ. എല്ലാരും എന്റെ കൂടെ വന്നോളൂ. ഇപ്പൊ ആ പാമ്പ് നമ്മളെല്ലാരും പുറകെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ കൊത്തി 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 കൊല്ലുവോ? ഇവൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട സിനി. അവർ ഉത്തരം പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും വേല ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നീ പേടിക്കണ്ട. അവരിൽ ആരാണ് കഥ പറഞ്ഞ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതെന്ന് നമുക്കൊരു ബെറ്റ് വെക്കാം. ഒരു പക്ഷെ നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യൂ. ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത് സിനി. നിനക്ക് എപ്പോഴും എനിക്ക് മനസാക്ഷിയില്ല എന്ന് പറയാനേ അറിയാവൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ ആകാശത്തോടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. താഴെ ഉറങ്ങിക്കിടന്നിരുന്ന നരിയെ നോക്കി ചന്ദ്രൻ ചോദിച്ചു, എനിക്ക് വഴിതെറ്റി, എന്നെ ഒന്ന് സഹായിക്കാവോ? വഴി എനിക്കറിയാം. രാത്രി സമയങ്ങളിൽ നീ പോകുന്ന വഴിയെയാണ് ഞാനും പോകുന്നത്. അതുകൊണ്ട് വഴി എനിക്ക് നന്നായിട്ടറിയാം. നീ വിഷമിക്കാതെ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം.
രാത്രി നേരങ്ങളിൽ നരി ഓരിയിട്ട് ചന്ദ്രൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നരി രാത്രികാലങ്ങളിൽ ഓരിയിടുന്നത്. ഇപ്പൊ മനസ്സിലായോ നരി എന്തിനാണ് ഓരിയിടുന്നതെന്ന്? നിങ്ങളുടെ അടുത്തൊരു കഥ പറയൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നരിയുടെ കുഞ്ഞിനെ കാണാതെ പോയി. അത് അവിടെയും ഇവിടെയും അന്വേഷിച്ചു നടന്നു. ഓരിയിടുന്ന ശബ്ദം അങ്ങ് ചന്ദ്രൻ കേട്ടു. നീ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ശരി, നീ വിഷമിക്കണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെളിച്ചം തരാം. നീ കുഞ്ഞിനെ അന്വേഷിക്ക്. ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം രണ്ടിരട്ടിയാക്കി. ആ പ്രകാശത്തിൽ നരി ഓരിയിട്ട് തന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അതിന്റെ നന്ദി സൂചകമായാണ് ചന്ദ്രനെ നോക്കി നരി ഓരിയിടുന്നത്. നിങ്ങൾ പറഞ്ഞ കഥയെക്കുറിച്ച് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. എന്താ, അത് മതിയല്ലോ? എനിക്കെന്തോ ഫസ്റ്റ് കഥയിലാണ് ന്യായം ഉള്ളതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കഥയാണ് എനിക്ക് ന്യായമായിട്ട് തോന്നിയത്. നീ എന്തിനാ അവനെ അടിക്കുന്നത് സിനി? അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ പറയട്ടെ. അതുകൊണ്ട് വെറുതെ നീ ചെവിയെ അടിക്കേണ്ട, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വരെ നമുക്ക് അതിനടുത്ത് പോയി സംസാരിക്കാം. കഥയെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞോ? ആരുടെ കഥയിലാണ് ലോജിക് ഉള്ളത്? എന്റെ കഥയിലാണോ അതോ ഇവന്റെ കഥയിലാണോ? ഞങ്ങൾക്ക് ശരിക്കുള്ളൊരു നരിയെ പോയി കാണണം. അതിനോട് പോയി കഥ പറഞ്ഞ് സത്യം എന്താന്ന് അറിയണം. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ കഥ സത്യമാണോ കള്ളാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും പറഞ്ഞ കഥ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായാൽ അനുഭവിക്കും. എന്തുകൊണ്ട്? ചോദിക്കുന്ന കേട്ടില്ലേ, ഉത്തരം പറ. നരികളെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയാൽ നരി കടിക്കും. തലഞ്ഞ് നമ്മുടെ അണ്ണന്മാരതാ കണ്ണം വീഴ്ച നോക്കിക്കൊണ്ടിരിക്കും. നരികളുടെ ചന്ദ്രനെ കുറിച്ചുള്ള കഥ സത്യമാണെന്നറിയില്ല. നമ്മുടെ ആൾക്കാരെ ആ നരിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുമെന്ന എനിക്ക് സംശയം, അല്ലേ? എപ്പോഴും നമ്മൾ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മോളെ സിനിമോളെ. ഒരു നല്ല വാർത്തയുണ്ട്. ഇത്തവണ നമ്മൾ പെറ്റ്പാൽസിനെ തടഞ്ഞാൽ മതി. അതല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നു. അവരെ തടയാൻ ഒരു പുതിയ എതിരാളി ആവശ്യമാണ്. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. വാ. ഇതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടേ, വെളിയിൽ വാ. ബാൻഡു, പുറത്തേക്ക് വാടാ. ബാൻഡു എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് പോലെ ചെറുതായിരിക്കോ അതോ വലുതായിരിക്കോ? ആ പെറ്റ്പാൽസിനെ തോൽപ്പിക്കാനുള്ളത് അറിയാലോ. അവൻ പുറത്തു വന്നാലേ ഇവരുടെ സംശയം തീരൂ. അവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ മാനം പോകും. അതിനകത്ത് കൈയിട്ട് അവൻ കൊത്തൂലേ? കൊത്തിയാലോ നിന്നെയല്ലേ കൊത്തു. എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനെ വെളിയിൽ കൊണ്ടുവാ. എന്തിനാടാ ചിരിച്ചോണ്ട് കണ്ണു തള്ളുന്നേ? അവനെ വെളിയിൽ കൊണ്ടുവാ. പുറത്തു വാ. ആരാണത് ഉറങ്ങുമ്പോ വന്ന് സംസ്കാരമില്ലാത്ത കൂജയിൽ തട്ടുന്നത്? എവനാണോ നിങ്ങളുടെ ബാൻഡു? ഏയ് ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴാ വന്നത്? ആരായി കൂടെ നിൽക്കുന്ന കുട്ടിത്തേവാങ്ക്? കുട്ടിത്തേവാങ്ക് ഞാനല്ല, ദാ ഇവമാര് രണ്ടുവാ. എനിക്ക് വേണ്ടി നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. അതിനൊരു ബഹുമതി ഞാൻ നിനക്ക് തരൂ. എന്തു പറയുന്നു? ബഹുമതി ഒന്നും എനിക്ക് വേണ്ട. പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. വൃത്തികെട്ടാണെന്ന പേര് കിട്ടിയാൽ മാത്രം മതി. ഇത് വ്യത്യസ്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. കഥയില് പാത്രം ഉണ്ടാവണം, പക്ഷെ പാത്രത്തിൽ കഥയുണ്ടാവരുത്. എന്തൊക്കെയോ പിച്ചും പേയും നീ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആ പെറ്റ്പാൽസിനെ നീ തടയണം. എപ്പ തടയണമെന്ന് പറഞ്ഞാ മതി. അവരെ നമുക്ക് ആവശ്യമുള്ളൊരു മുത്തം വേണ്ടി വായടക്ക്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ശത്രുക്കൾ പെറ്റ്പാൽസ് വന്നുകൊണ്ടിരിക്കുക. അവരെ തടഞ്ഞാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവര് ഭയങ്കര ബുദ്ധിശാലികളാണ്. നിങ്ങളും അല്പം സൂക്ഷിക്കണം. അവർക്ക് വേണ്ടി വല വിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങാതെ നോക്കുകയും വേണം. നീ വിരിച്ച വലയിൽ നീ തന്നെ കുടുങ്ങരുത്. ഉണർന്ന് പ്രവർത്തിക്കണം. ഓർത്തോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിപ്പോ അറിയേണ്ട കാര്യം അവരെങ്ങനെ ഇരിക്കുമെന്നാണ്. പറഞ്ഞു തരൂ. എല്ലാം 2 ഇഞ്ചും 3 ഇഞ്ചും ഒക്കെ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല. എല്ലാത്തിനും ഒറ്റ വായിൽ വിഴുങ്ങിക്കളയാം. നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവർക്കേ പറ്റുന്നില്ല, നിനക്കെങ്കിലും പറ്റുമോ? അടി ഇരന്ന് വാങ്ങിക്കണോ? യവൻ പറയുന്നത് നീ കാര്യമാക്കരുത്. പെറ്റ്പാൽസിന്റെ മുന്നിൽ നീ ഭാവി കാര്യം പറയുന്ന മന്ത്രവാദിയെ പോലെ അഭിനയിക്കണം. അതിനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ശരി, അത് ഞാൻ നോക്കിക്കൊള്ളാം. പോകുന്ന വഴിയിൽ ഭാവി പറയുന്ന മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ വലിയൊരു പാമ്പുണ്ട്. ഇനി അതായിരിക്കോ? അവിടെ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ചെവിയാ, അവര് ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ അതല്ല പ്രധാനം. അവര് രണ്ടുപേരും നമ്മൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അവരെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിലാ ഞാനിപ്പോ. നീ എന്നോട് പറഞ്ഞ പെറ്റ്പാൽസ് ഇവര് തന്നെയാണോ എന്ന് നോക്ക്. അവർ ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. ഇവിടം കടന്നു പോകാൻ അനുവദിക്കരുത്. മനസ്സിലായോ? അവര് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇവരുടെ ഭാവി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്തോ. ഈ കാട്ടിൽ നിങ്ങൾ പുതുമുഖങ്ങളാണല്ലോ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അണ്ണ, ഞങ്ങൾ ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വന്നതണ്ണ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് മറ്റൊരു പരിപാടിയും ഇല്ല. ഞങ്ങളെല്ലാം ടൂറിസ്റ്റുകളാണ്. നീ ആരാണ്, ഏതൊക്കെ സമയത്ത് ഭാഷ മാറ്റും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. നിന്നെ പറ്റി എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ തടയാനായി ഞാൻ വന്നത്. നീ ആ സിനി തന്നെയല്ലേ? ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ എന്റെ പ്രശസ്തി കാടോളം വളർന്നിട്ടുണ്ടെന്ന്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ലോക പ്രശസ്തി നേടിയവളാണ്.
നീയും ചെവിയനും കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും ഇപ്പൊ അകപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്? മിക്കവാറും ആ മാന്ത്രികാക്ക നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ശരി, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. മഞ്ഞക്കിളി എന്ത് പറയുന്നു? നമ്മുടെ മഞ്ഞക്കിളി ഒരു ഐഡിയ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാ നമ്മൾ നേരെ പോയി നമ്മുടെ ശത്രുവിനോട് തന്നെ വഴി ചോദിക്കണം. ഞങ്ങൾ വളരെ കഠിനമായ ഒരു കാര്യത്തിന്റെ ഉത്തരം തേടി വന്നിരിക്കുന്നവരാണ്. ഉത്തരവല്ലേ അത് ഞങ്ങൾ പറഞ്ഞോളാം. സംശയം ചോദിച്ചു വരുന്നവർക്ക് നല്ല മറുപടി നൽകി നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാണ് നരി ചന്ദ്രനെ നോക്കി ഓരിയിടുന്നത്? അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. രണ്ടുപേരിൽ ആരാണ് പറയേണ്ടത്? പൂവോ തലയൊന്ന് ടോസിട്ട് നോക്കാം. പൂവും തലയൊക്കെ നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അഥവാ ഒരു കോയിൻ കിട്ടി നമ്മൾ ഇട്ട് നോക്കിയാൽ അത് മണ്ണിനടിയിലോ മറ്റോ പോയാലോ? അപ്പൊ പൂവാണോ തലയാണോ എന്ന് അറിയാനും പറ്റില്ല, നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും കിട്ടില്ല. വേറെന്തെങ്കിലും ഐഡിയ നോക്ക്. ശരി സിനി, അക്കരെ നിൽക്കും കൊക്കക്കോ, ഇക്കരെ നിൽക്കും കൊക്കക്കോ, കൊക്കക്കോ. ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും എന്റെ കൂടെ വന്നോളൂ. ഇപ്പൊ ആ പാമ്പ് നമ്മളെല്ലാരും പുറകെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളെ കൊത്തി 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 കൊല്ലുവോ? ഇവൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട സിനി, അവർ ഉത്തരം പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും വേല ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നീ പേടിക്കണ്ട. അവരിൽ ആരാണ് കഥ പറഞ്ഞ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതെന്ന് നമുക്കൊരു ബെറ്റ് വെക്കാം. ഒരു പക്ഷെ നീയാണ് ജയിക്കുന്നതെങ്കിൽ നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യൂ. ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത് സിനി. നിനക്ക് എപ്പോഴും എനിക്ക് മനസാക്ഷിയില്ല എന്ന് പറയാനേ അറിയാവൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ ആകാശത്തോടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. താഴെ ഉറങ്ങിക്കിടന്നിരുന്ന നരിയെ നോക്കി ചന്ദ്രൻ ചോദിച്ചു, എനിക്ക് വഴിതെറ്റി, എന്നെ ഒന്ന് സഹായിക്കാവോ? വഴി എനിക്കറിയാം. രാത്രി സമയങ്ങളിൽ നീ പോകുന്ന വഴിയെയാണ് ഞാനും പോകുന്നത്. അതുകൊണ്ട് വഴി എനിക്ക് നന്നായിട്ടറിയാം. നീ വിഷമിക്കാതെ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. രാത്രി നേരങ്ങളിൽ നരി ഓരിയിട്ട് ചന്ദ്രൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നരി രാത്രികാലങ്ങളിൽ ഓരിയിടുന്നത്. ഇപ്പൊ മനസ്സിലായോ നരി എന്തിനാണ് ഓരിയിടുന്നതെന്ന്? നിങ്ങളുടെ അടുത്തൊരു കഥ പറയൂ. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നരിയുടെ കുഞ്ഞിനെ കാണാതെ പോയി. അത് അവിടെയും ഇവിടെയും അന്വേഷിച്ചു നടന്നു. ഓരിയിടുന്ന ശബ്ദം അങ്ങ് ചന്ദ്രൻ കേട്ടു. നീ എന്തിനാ നിലവിളിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ശരി, നീ വിഷമിക്കണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെളിച്ചം തരാം. നീ കുഞ്ഞിനെ അന്വേഷിക്ക്. ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം രണ്ടിരട്ടിയാക്കി. ആ പ്രകാശത്തിൽ നരി ഓരിയിട്ട് തന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അതിന്റെ നന്ദി സൂചകമായാണ് ചന്ദ്രനെ നോക്കി നരി ഓരിയിടുന്നത്. നിങ്ങൾ പറഞ്ഞ കഥയെക്കുറിച്ച് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. എന്താ, അത് മതിയല്ലോ? എനിക്കെന്തോ ഫസ്റ്റ് കഥയിലാണ് ന്യായം ഉള്ളതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കഥയാണ് എനിക്ക് ന്യായമായിട്ട് തോന്നിയത്. നീ എന്തിനാ അവനെ അടിക്കുന്നത് സിനി? അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ പറയട്ടെ. അതുകൊണ്ട് വെറുതെ നീ ചെവിയെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വരെ നമുക്ക് അതിനടുത്ത് പോയി സംസാരിക്കാം. കഥയെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞോ? ആരുടെ കഥയിലാണ് ലോജിക് ഉള്ളത്? എന്റെ കഥയിലാണോ അതോ ഇവന്റെ കഥയിലാണോ? ഞങ്ങൾക്ക് ശരിക്കുള്ളൊരു നരിയെ പോയി കാണണം. അതിനോട് പോയി കഥ പറഞ്ഞ് സത്യം എന്താന്ന് അറിയണം. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ കഥ സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും പറഞ്ഞ കഥ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായാൽ അനുഭവിക്കും. എന്തുകൊണ്ട്? ചോദിക്കുന്ന കേട്ടില്ലേ, ഉത്തരം പറ. നരികളെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയാൽ നരി കടിക്കും. തലഞ്ഞ് നമ്മുടെ അണ്ണന്മാരതാ കണ്ണം വീഴ്ച നോക്കിക്കൊണ്ടിരിക്കും. നരികളുടെ ചന്ദ്രനെ കുറിച്ചുള്ള കഥ സത്യമാണെന്നറിയില്ല. നമ്മുടെ ആൾക്കാരെ ആ നരിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുമെന്ന എനിക്ക് സംശയം, അല്ലേ? എപ്പോഴും നമ്മൾ ഉപ്പ് ഞാൻ എവിടെ പറയിലുണ്ട്. ഒരു ചെറിയ സഹായം ചെയ്യാമോ? അത് നീ തന്നെ എടുത്തിട്ടോളൂ പ്ലീസ്. ഇത് എവിടെ ഇടണം? 2 കാതിലും ഇട്ടോളൂ. 2 സ്പൂൺ. തീർച്ചയായിട്ടും. ഇനി കുറച്ച് എണ്ണ ആഡ് ചെയ്യൂ. എന്നിട്ട് ഒരു ലെമൺ എടുത്ത് വായിൽ വെച്ചോളൂ. അതിനുശേഷം മസാല പിടിക്കാൻ 2 മണിക്കൂർ വയ്ക്കൂ. പിന്നീട് 250 ഡിഗ്രിയിൽ ചൂടാക്കണം. ഹലോ, നിന്നോടാ പറഞ്ഞത്, കേട്ടില്ലേ? ഓവൻ ഓൺ ചെയ്യ് പെട്ടെന്ന്. ശരി സാർ. നിന്നോടല്ലേ പറഞ്ഞത് ഓൺ ചെയ്യാൻ? അല്ലല്ല, നിന്റെ അടുത്താ പറഞ്ഞത്. ശരി, വാ നമുക്ക് പോയി ഓൺ ചെയ്യാം. ഈ മുയല് തയ്യാറാകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഉറക്കം പാസ്സാക്കിയിട്ട് വരാം. ഉറങ്ങി എണീച്ചിട്ട് ഈ മുയലിനെ തിന്നാം. താക്കോല് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അനങ്ങാതിരിക്കണം, അല്ലെങ്കിൽ മസാലയൊക്കെ താഴെ പോകും.
എങ്ങനെയെങ്കിലും നമുക്ക് മാൾട്ടോയെ തോൽപ്പിച്ച് നമ്മുടെ ചെവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. പക്ഷെ മാൾട്ടോയെ നേരിടാൻ നമുക്ക് എന്തെങ്കിലും ഐഡിയ വേണമല്ലോ. പറ മഞ്ഞക്കിളി. ഇത് തന്നെയാണ് പറ്റിയ അവസരം. അതെന്തോന്നായിരിക്കും? ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാജാവ് ഇതുപോലെയാണ് ഒരു മോൺസ്റ്ററെ തോൽപ്പിച്ചത്. ഇതുപോലെ ഒരു ലൈറ്റ് ഉപയോഗിച്ച് അയാളെ പൊട്ടക്കിണലിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അതാ നമ്മളും ചെയ്യേണ്ടത്. ഇല്ല, അത് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. അത് ഇവിടെ എങ്ങും കിട്ടില്ല. അതവൻ കണ്ടുപിടിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ലൈറ്റിംഗ് ബോർഡ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു മെഷീനാണ് ആവശ്യമുള്ളത്. എല്ലാവരും വരൂ. മഞ്ഞക്കിളി ഇത് കിണർ കുഴിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയാ ലൈറ്റിംഗ് കണ്ടുപിടിക്കും? ഒരു ഫണൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അതിനിടയ്ക്ക് ഞാൻ ചെവിനെ രക്ഷപ്പെടുത്താൻ വഴിയുണ്ടോ നോക്കട്ടെ. ആ കിരീടം എടുത്തോണ്ട് വരാം. ആകാശം ഇരുണ്ടു തുടങ്ങി. വേഗം ജോലി ഫിനിഷ് ചെയ്യണം. വരൂ. ഹായ്, നിങ്ങൾ വന്നല്ലേ? നിങ്ങൾ പെട്ടെന്ന് തന്നെ രക്ഷിക്ക്. പക്ഷെ മസാല ഒന്നും വെളിയിൽ പോകരുത്. നിനക്കൊന്ന് പതുക്കെ സംസാരിക്കാവോ? എല്ലാരും എണീക്കും. പോട്ടെ, ആ കിരീടം എവിടെയാ ഇരിക്കുന്നതെന്ന് പറ. ഒന്ന് വേഗം പറ. പിന്നെ അതാ ലോക്കറിലുണ്ട്. അതിന്റെ താക്കോൽ മാൾട്ടയുടെ കയ്യിലുണ്ട്. മഞ്ഞക്കളി, നീ എന്ത് ചെയ്യുന്നു? അവനിപ്പോ മാൾട്ടയെ വെളിയിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. വെളിയിൽ ഞങ്ങളൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഐഡിയ വെച്ചിട്ടുണ്ടെന്നാ? അതൊക്കെ നിനക്ക് ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് വെളിയിൽ പോവാം. വാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി നേരം വെളുത്തു. തങ്കു, എന്നെ കൊണ്ട് പെട്ടെന്ന്. പറ്റൂല. ഇന്നലെ ഞാനാ ഉണ്ടാക്കിയത്, ഇന്ന് നീ ഉണ്ടാക്കിയാ മതി. ആരോ ആ ബോക്സ് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾ ഇതല്ലേ അന്വേഷിക്കുന്നതാ? നോക്കി അവരെ പിടിക്ക് പെട്ടെന്ന്. ഇതിൽ നിന്ന് ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആ മാൾട്ടോയെ ഞാൻ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കും. അയ്യോ, പെട്ടെന്ന് ആ കിരീടം കൊണ്ടുവയ്ക്ക്. ആ കുഴിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്ക്. എന്നിട്ടത് മൂട്. ആ കിരീടം അവിടെയുണ്ട്. നിങ്ങൾ പോയി എടുത്തിട്ട് വാ പെട്ടെന്ന്. ഒരു മിനിറ്റ്, ഈ കഥ എനിക്ക് നന്നായിട്ട് അറിയാം. ആ കിരീടത്തിന്റെ അടുത്തൊരു പാഴടഞ്ഞ കിണറുണ്ടാകും. ഇത്തരം ഐഡിയകൾ ഉപയോഗിച്ചൊന്നും എന്നെ ആർക്കും പറ്റിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം? അത് തന്നെ, ഇത് സാറിന് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചല്ലോ, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത് തങ്കു? എന്നെ പോലത്തെ മോൺസ്റ്ററുകളെ നശിപ്പിക്കാൻ ഇതാണൊരു വഴി. ഇതൊക്കെ ഞാൻ പഴയ സിനിമയിൽ കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചു വേണം. എല്ലാവരും പെട്ടെന്ന് കുനിഞ്ഞേക്കൂ. മിസ്സായി പോയി. ലോണ്ട ഒരു മരം മുറിഞ്ഞു വരണ സാറേ. ഇനി നമുക്ക് പോയി ആ കിരീടം എടുത്തോണ്ട് സാറേ, വരാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വലിയ കിണറുണ്ട് കേട്ടാ, സൂക്ഷിക്കണേ. അയ്യ, ശരി, നീ ചെയ്തത് എന്തായാലും നന്നായി. ഇനി ശരിക്കുള്ള കിരീടം എടുത്തോണ്ടാ നമുക്ക് ആ രാജാവിനെ ഏൽപ്പിക്കാം. ഞാൻ ആ രാജാവിന് മകുടം ചേർത്താൻ പോവാ. ഇതാണ് എന്റെ വലിയ സ്വപ്നം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രാജാവ് ആരാണ്? പറയൂ സിനി. ഇതാണ് നമ്മുടെ പുതിയ രാജാവ്. ബൈ ബൈ, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇനി ആ മുത്ത് തന്നെങ്കിൽ ഞങ്ങളങ്ങ് പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ മാൾട്ടോ പെറ്റ്പാൽസിനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിരിക്കുമെന്നാണ്. അയ്യോ ഇല്ല, അവരതാ പോകുന്നു. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിർത്താൻ പോകുന്നില്ല. ഈ കാര്യം നീ എപ്പോ എന്നോട് പറയാന്നാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നേ? നീ അവസാനം കണ്ടുപിടിച്ചത് എന്താണെന്ന് എന്നോടും കൂടി ഒന്ന് പറ. പ്ലീസ് പറ. അവനെ എടുത്തെന്ന് അറിയാമോ? എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, അത് അവൻ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇല്ലേ? എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് എവിടെ വച്ചെന്നും ഓർമ്മയില്ല. ചെവിയോ ചെവിയോ ചെവിയോ, ആ മുത്ത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഉറപ്പായിട്ട് അത് നീ തന്നെ എടുത്ത് കഴിച്ചിരിക്കും. ചെവിയോ, നീ സത്യം പറയുന്നുണ്ടോ അതോ ഇല്ലേ? മുത്തിന് എത്ര അഴകുള്ളതാണെങ്കിലും ഞാനത് കഴിക്കില്ല. ശരി, ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീ ഈ 3 നമ്പറിൽ ഒരെണ്ണം സെലക്ട് ചെയ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഈ കവറിൽ എന്താ ഉള്ളത്? ഇതിൽ ഈസി ആയിട്ടുള്ള 3 വഴികളുണ്ട് നീ കഴിച്ച മുത്ത് കണ്ടുപിടിക്കുന്നതിന്. ഫസ്റ്റ് എൻവലപ്പിനകത്ത് ഗോൾഡ് ജമ്പിംഗ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് കവറിനകത്തുള്ളത് പോലെ തന്നെ സെക്കൻഡ് കവറിനകത്തും ഒരു മെത്തേഡ് ഉണ്ട്. നീ വേഗം ഇതിലൊരെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വഴി സ്വീകരിക്കണമെന്ന് മനസ്സിലാകും. മൂന്നാമത്തെ കവറില. മൂന്നാമത്തെ കവറിൽ എന്തിരിക്കുമെന്ന് അറിയാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയണോ? മുയലിന്റെ വലിപ്പത്തിലുള്ള ഒരു പന്ത് വെച്ച് നിന്നെ അമ്മാനോടി കളിക്കണമെന്നാ ഇതിനകത്തുള്ളത്. കേട്ടോടാ? നമ്പർ 1 ചൂസ് ചെയ്യാം. അതിൽ എന്താ ഉള്ളതെന്ന് പറയാമോ? നമ്മുടെ കണ്ടസ്റ്റന്റ് നമ്പർ 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗോൾഡ് ജമ്പിംഗ് മെത്തേഡ്. അതെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എന്റെ കൂടെ വാ.
ഇങ്ങോട്ട് വാ ചെവിയ. ഈ കയറിനെ നിന്റെ കാലിൽ കെട്ടി നേരെ താഴേക്ക് ചാടണം. അത്രേ ഉള്ളൂ. ഈ റോപ്പിന്റെ എൻഡ് വരുന്നത് ഈ റോപ്പിനെ നീ ടൈറ്റ് ആയിട്ട് പിടിക്കണം. ടൈറ്റ് ആയി കഴിയുമ്പോൾ ആ മുത്ത് റോക്കറ്റ് പോലെ പുറത്തേക്ക് വരും. എങ്ങനെയുണ്ട് ഐഡിയ? ഒരു നിമിഷം വെയിറ്റ് ചെയ്. നീ പറഞ്ഞ പോലെ ഈ റോപ്പ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ മുത്ത് ഉടനെ വെളി വരും. അപ്പൊ പിന്നെ മുത്ത് വേസ്റ്റ് ആയിട്ട് താഴെയല്ലേ വീഴൂ. ഈ ഐഡിയ ഒന്ന് മാറ്റണം. നിനക്ക് വട്ടുണ്ടാടാ. നീ അല്ലേ ഈ ഐഡിയ ചൂസ് ചെയ്തത്. അപ്പൊ പിന്നെ നീ ചെയ്തേ തീരൂ. മനസ്സിലായല്ലോ? ഈ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഇത് നോക്ക്. ഇത് വെച്ചോ. നീ ചാടിയാലുടനെ ഇത് നിന്റെ വായ്ക്ക് നേരെ പിടിക്കണം. അതെ, നിനക്ക് നിന്റെ വായ എവിടെ ഇരിക്കണം എന്ന് അറിയാമോ ചെവിയ? പിന്നെ അത് കറക്റ്റ് ആയിട്ട് അറിയാം. അത് വെച്ചല്ലേ ഞാൻ ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നത്. ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മുത്ത് കഴിച്ചിട്ടേ ഇല്ല, പിന്നെ എന്തിനു ചാടണം? നീ ചാടിയെ തീരൂ. ചാടടാ. കടവുളേ, കണ്ടില്ലേ മുത്ത് വായിന്ന് വെളി വന്നില്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? എന്നെ മുകളിലോട്ട് വലിക്ക് വേഗം. ശരിയായില്ല. കുറച്ചുകൂടെ വലിയ കയർ വെച്ച് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മുത്ത് ഞാൻ കണ്ടുപിടിച്ചു. ഇത് എവിടെ ഇരുന്നു? നിന്റെ കട്ടിലിന്റെ അടുത്തുള്ള മേശപ്പുറത്തിരുന്നു. അപ്പൊ അത് ആ വിളക്കിന്റെ അടുത്താണോ ഇരുന്നത്? അതോ എന്റെ കണ്ണാ പോയത്? മാർക്കോ പോളോ അതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാം, കേട്ടോളൂ. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരിടത്ത് 2 മലകൾക്കിടയിൽ ഒരു ഗർത്തമുണ്ടായിരുന്നു. അവിടെ വൈരങ്ങൾ മിന്നിത്തിളങ്ങുമായിരുന്നു അത്രേ. പക്ഷെ ആർക്കും അവിടെ പോകാൻ സാധിക്കില്ലായിരുന്നു. ഡയമണ്ട്സ് എടുക്കാൻ വന്നവർ അവിടേക്ക് ചില മാംസകഷ്ണങ്ങൾ എറിഞ്ഞു അത്രേ. ആ മാംസകഷ്ണങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും താഴേക്ക് വീണു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു കഴുകൻ വന്നു. ആ ഗർത്തത്തിനകത്തുള്ള മാംസകഷ്ണങ്ങൾ അവൻ കണ്ടു. ആ മാംസകഷ്ണങ്ങൾ തന്റെ കൂട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു. ഡയമണ്ട് മോഷ്ടിക്കാൻ വന്നവർ അതിന്റെ അടുത്ത് നിന്നും അത് തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തി. പരുന്ത് പോയ സ്ഥലത്തേക്ക് അവർ പിന്തുടർന്നു പോയി. അത് കൊള്ളാലോ. പിന്നെ എന്തിനാ നമ്മൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തിനാ എല്ലാരും ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? 100 കണക്കിന് ഡയമണ്ട്സാ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നത്? ശരി പറ മോബി, ആ മല ശരിക്കും ഏത് ഭാഗത്താ ഉള്ളത്? അത് നോർത്ത് ഈസ്റ്റിലാ ഉള്ളത്. നോർത്തോ അതോ ഈസ്റ്റോ? എന്താ പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലേ? കുറച്ച് നോർത്ത്, കുറച്ച് ഈസ്റ്റ്. ഏതോ ഒന്ന്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നോർത്ത് ആയാലും ശരി, ഈസ്റ്റ് ആയാലും ശരി, ആ ഡയമണ്ട്സ് എന്റെ കയ്യിൽ വന്നു തന്നെ ആവണം. പെട്ടെന്ന് വാ, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണമെന്ന്. വേഗം വാ. എന്താ കാര്യം എന്ന് പറ. എന്തുകൊണ്ട് ഞങ്ങൾ അവിടെ പോകരുതെന്ന് നീ പറയുന്നത്? എന്താ നടന്നു പോകാൻ പറ്റില്ലെന്നോ? അപ്പൊ പിന്നെ എങ്ങനെയാ പോകുന്നത്? വണ്ടിയിൽ പോകാൻ പറ്റുമോ നമുക്ക്? ഇതാ ഇങ്ങോട്ട് നോക്ക്. നിന്റെ ഈ ഐഡിയ ഒന്നും ശരിയായില്ല. ഈ നടുക്കാട്ടിന് നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോകുന്നത്? ബസ്സോ മറ്റോ വരുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? തീർച്ചയായും വേണം. ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഒന്നുകൊണ്ട് എത്തിക്കാവോ? നിങ്ങൾ വിഷമിക്കേ വേണ്ട. നിങ്ങളെ ഞാൻ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഞങ്ങൾ എവിടെ ആയിരിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പോകുന്നു. അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ? അതിന് ഞങ്ങൾ ഇവിടെ വന്ന മഷ്റൂമിന് വേണ്ടിയാ? അതെ, മഷ്റൂമിന് വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഇവിടെ അത് ധാരാളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കതറിയാവോ? ഓക്കെ. ഇവിടെ മഷ്റൂം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പോയി എടുത്തോളൂ. ഡയമണ്ട്സിനെ പറ്റി അവരോട് പറഞ്ഞാലെന്താ? ഞാൻ ആ ഡയമണ്ട്സ് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ നിനക്ക്? നീ അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ നിന്നെ എന്തിനു സഹായിക്കണം? പറയൂ സിനി. നീ പറഞ്ഞതൊക്കെ വളരെ ശരിയാ ചെവിയാ. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ നിനക്ക് ആരാ? എന്തോന്നാ? താറാവ്. താറാവ്. അതെനിക്കറിയാം. പക്ഷെ നിനക്ക് ഞാൻ എന്ത് താറാവാ? സുന്ദരിയായ താറാവ്. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ. ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിന് ഉപകാരം ചെയ്യണം. മനസ്സിലായോ? ഡയമണ്ട്സ് കണ്ടുപിടിച്ചായിരുന്നോ? അതെ, അത് തന്നെ. ആ ഡയമണ്ട്സ് ഞാൻ കണ്ടുപിടിച്ചാലെന്താ, നീ കണ്ടുപിടിച്ചാലെന്താ? നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് അത് നമുക്ക് രണ്ടുപേർക്ക് സ്വന്തമാണ്. നന്ദി സിനി. എന്തിനാ ഇങ്ങനെ നന്ദി പറയുന്നേ? വളരെ കറക്റ്റാ പറഞ്ഞത്. സിനി ഒരു മയക്കുന്ന നരിയ. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ശരി തന്നെ. ചെവിനോട് എനിക്കുള്ള സ്നേഹം 100% ആത്മാർത്ഥമാണ്. അല്ല പിന്നെ വാ, നമുക്ക് പോയി അത് കണ്ടുപിടിക്കാം. ഇവിടെ എങ്ങും ഒരു കഴുകനെയും പരുന്തിനൊന്നും കാണുന്നില്ല. ഈ വഴിയൊക്കെ ഞാൻ ഈസി ആയിട്ട് കയറിപ്പോകും. എനിക്ക് ഡയമണ്ട്സ് കിട്ടാൻ പോവാ. ആവേശം കാണിക്കില്ല സിനി. ഇതാ ഇവിടെ വന്നെന്ന് നോക്ക്. എന്തോന്നാ ഇത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ തിളക്കമുള്ള ഡയമണ്ട്സ് ഒന്നും കാണുന്നില്ലല്ലോ. വെറും പാറകൾ മാത്രമേ ഉള്ളൂ. അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നു. നീ എന്തിനാ വിഷമിക്കുന്നത്? ഈ പാറ പൊട്ടിക്കുന്നതൊക്കെ എനിക്ക് ഈസി അല്ലേ? ചുമ്മാ
നീ പറഞ്ഞ വളരെ ശരിയാ. ചെവിയന്റെ വാക്കിൽ അവള് മയങ്ങി കഴിഞ്ഞു. കയർ ഉപയോഗിച്ച് അതിനകത്ത് എങ്ങനെ ഇറങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വരണമെങ്കിൽ ഏകദേശം 3 കയറെങ്കിലും വേണ്ടി വരും. നീ വെറുതെ വിഷമിക്കണ്ട മോബി, എല്ലാം ചെവിയൻ ഏറ്റതല്ലേ, അവനങ്ങ് ചെയ്തോളും, ഭയപ്പെടാതിരിക്കും. അത് തന്നെയാണ് എന്റെയും ഭയം. ഇവനെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? ആദ്യം നിങ്ങൾ ഈ കയറ് വഴി വളരെ സൂക്ഷിച്ചിറങ്ങി വരണം. സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് ചെതറിപ്പോവേ. ഈ ജോലിയിൽ എനിക്ക് എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയോ? എല്ലാരും എന്നെ പ്രശംസിക്കാറുണ്ട്, അത്രമാത്രം ബുദ്ധിശാലിയാ ഞാൻ. ഇനി ഈ കയറെടുത്ത് ദാ ഈ ഹോളിലൂടെ ഇടണം. ഈ ഹോളിൽ ഇട്ടാ മാത്രം പോരാ, നമ്മുടെ ഇടുപ്പിലും ബലമായിട്ട് കെട്ടണം. എന്നാലേ നമ്മൾ താഴെ വീഴാതിരിക്കൂ. പിന്നെ 2 തവണ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എപ്പ വീണെന്ന് ചോദിച്ചാ മതി. ചത്തു, ഞാൻ തമാശ പറഞ്ഞതാ, സീരിയസ് ആയിട്ട് എടുക്കണ്ടേ. അയ്യോ, നിങ്ങൾ പേടിച്ചോയോ? ഞാനേ ഇങ്ങനെ വീണ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. ഞാൻ അങ്ങനെയൊന്നും വീഴുന്നവനല്ല, അത്ര ധൈര്യശാലിയാ. ഇനി ഇതുപോലെ നീ സംസാരിച്ചാൽ ഈ കയറ് ഞാൻ തന്നെ കട്ട് ചെയ്ത് വിടും. പിന്നെ നീ താഴെ ചെന്ന് വീണ് ചിതറിപ്പോവും. ചുമ്മാ തമാശ പറയാതെ. ഇതുവഴി എങ്ങനെയാ താഴേക്ക് ഇറങ്ങി വരുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ടോ ഇല്ലയോ? ആദ്യം അത് പറ. ഞാൻ പറഞ്ഞില്ലേ സിനി, തമാശ പറഞ്ഞതാണെന്ന്. ഞാനിപ്പൊ കാണിച്ചു തരാം എങ്ങനെയാ കയറി വരുന്നതെന്ന്. കണ്ട ദോ അത് കണ്ട. സംശയിക്കേ വേണ്ട, നമ്മൾ വായിച്ചില്ലേ, അതേ പരുന്ത് തന്നെയാണ് ഇത്. ഇവൻ ഇപ്പോഴെങ്ങും ഈ ജോലി ചെയ്ത് തീർക്കുന്ന ലക്ഷണം കാണുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇവന് വേണ്ടി എത്ര സമയം ഇങ്ങനെ കാത്തിരിക്കുന്നത്? അതാ നിന്റെ ചേട്ടൻ വന്നു. ഇങ്ങനെയുള്ള ജോലിയൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എന്നാ ആപത്ത്. അതുകൊണ്ടാ ഞാൻ ഉള്ളോളം താമസം. സംസാരത്തിലുള്ള ഒന്നും പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ. നമ്മൾ താഴേക്ക് പോകുന്നതിൽ എന്തെങ്കിലും അപകടം കാണുന്ന എനിക്ക് തോന്നുന്നത്. മുകളിൽ പരുന്തുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ പാമ്പുകളും ഉണ്ടാകും. അതുപോലെ അവിടെ ഡയമണ്ട്സും ഉണ്ട്. അതെന്താ നിങ്ങൾ എല്ലാരും മറന്നു പോകുന്നത്? ആ ഡയമണ്ട്സിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ നിന്നെ സഹായിക്കാം സിനി, നീ ടെൻഷൻ ആവാതെ. നമുക്ക് ഡയമണ്ട്സ് എടുക്കാൻ പോവാൻ ചെവിയാ. വേഗം നമുക്ക് ജോലി തുടങ്ങാം, വാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ഗുഡ് ബൈ. അതെ, പരുന്തിന്റെ അടുത്ത് അകപ്പെടരുത്. നമുക്ക് പിന്നീട് കാണാം. ലിയോ, നീ ഞങ്ങളുടെ കൂടെ വരുന്നു, അവരുടെ കൂടെ പോകുന്നു? നന്നായിട്ട് ആലോചിച്ച് പറയലിയോ. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് തന്നെയാ. ആരുടെ കൂടെ പോണോന്നറിയില്ല. അതുകൊണ്ട് നമുക്കൊരു ഡൈസ് കുലുക്കിയിടാം. മഞ്ഞക്കിളി, നീ എനിക്കൊരു ഡൈസ് കൊണ്ടുതാ. ഇതിൽ ഒറ്റ വന്ന അവരുടെ കൂടെ പോവും, ഇരട്ട വന്നാ നിങ്ങളുടെ കൂടെ വരും. ഒറ്റയാണ് വന്നത്. സോറി സിനി, ഞാൻ അവരുടെ കൂടെ പോവുക. നീ സന്തോഷത്തോടെ ചെവിയന്റെ കൂടെ പോയിക്കോ. നമുക്കും അവരുടെ കൂടെ പോയല്ലോ സിനി. എനിക്ക് മല കയറുന്നതും നീന്തുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീ അതിനെ കുറിച്ച് ഒന്നും സ്വപ്നം കാണണ്ട. നമ്മളിപ്പോ താഴേക്കാ പോകുന്നത്, മനസ്സിലായോ? നല്ല സമയം. നീ ഒറ്റ നമ്പർ തന്നെ തന്നത്. ഞാൻ രക്ഷപ്പെട്ടെന്റെ അപ്പോ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം. ഇവനോടെ പെട്ടെന്ന് വാ, വെറുതെ വാച ഓടിച്ച് സമയം കളയാതെ നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ, ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇവനെ വിശ്വസിക്കാൻ കൊള്ളാവോ എന്തോ, എനിക്ക് ആകെ പേടിയായിരിക്കുന്നു. വേഗം വാ സിനി, നമുക്ക് താഴേക്ക് പോവാം, വാ. വരുന്നു. ദേ അവരെത്തിക്കഴിഞ്ഞു. പക്ഷെ അവരിൽ 2 പേരെ കാണുന്നില്ലല്ലോ. അവരെയും കൂടി കണ്ടുപിടിക്കണം. മേലേക്ക് കയറുന്നതിനേക്കാളും താഴേക്ക് ഇറങ്ങുന്നതാണ് ആപത്തെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ചെവിയനെ സിനിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. നിനക്കും പേടിയാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? സിനി ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളുടെ മനസ്സ് മാറ്റുന്നത് വളരെ പ്രയാസമാണ്. അവർ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഇവിടെ 100 കണക്കിന് ഡയമണ്ട്സ് ഉണ്ട്. എനിക്ക് വയ്യ. പെട്ടെന്ന് വാ ചെവിയാ, നമുക്ക് ഇതൊക്കെ എടുത്തോണ്ട് പോകാം. വാ, പെട്ടെന്ന് വാ ചെവിയാ. അയ്യോ, എന്തിനാ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചത്? കയറ് പൊട്ടിപ്പോയി. ഇനി നമ്മൾ എങ്ങനെ പോയി പോകും? അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം. നീ ഇത് കണ്ടു, എന്തുമാത്രം ഡയമണ്ട്സാ ഇവിടെ ഉള്ളതെന്ന്. ഇതെല്ലാം ക്യാരറ്റ് ആണെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. എന്ത് രസമായിരിക്കും നിനക്ക്. എന്തോന്ന്? നീ ഇവിടെ പൊളിച്ചടുക്കൂലായിരുന്നോ? അതെ, ഉറപ്പായിട്ടും പൊളിച്ചടിക്കുക തന്നെ. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവിടെ നടക്കില്ല. നമുക്ക് വേഗം ഈ ഡയമണ്ട്സ് ഒക്കെ എടുത്തോണ്ട് തിരിച്ചു പോകാൻ നോക്കാം. നിനക്ക് ക്യാരറ്റ് ഞാൻ മേളിൽ ചെന്നിട്ട് വാങ്ങിച്ചു തരാം. ഇപ്പൊ ഇല്ലേ? ദയവായി ആ ഡയമണ്ട്സിൽ തുടരുത്. എന്താ തൊടാൻ പാടില്ലാത്ത? എന്താണെന്നാൽ അതെല്ലാം നിധികൾ പോലെയാണ്. ഞാനിത് ഭദ്രമായിട്ട് നോക്കിക്കോളാം. ആഭരണമായിട്ട് ഇടുകയുള്ളൂ, കഴിക്കില്ല. അത് നിങ്ങൾ കണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഭക്ഷിക്കും. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയുമോ? ഞങ്ങൾക്ക് വിശപ്പ് വന്നാൽ കയ്യിൽ കിട്ടുന്നത് എന്തും ഭക്ഷിക്കും. അതുകൊണ്ട് നിങ്ങളെ ഭക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരു